എന്താ അവസ്ഥ? 20 ക്വസ്റ്റ്യൻ നല്ല കടിച്ചാൽ പൊട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ചിലത് തെറ്റിയാലും ശരിയായാലും ഒന്നും കുഴപ്പമില്ല. എന്താ അവസ്ഥ? 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒക്കെ നോക്കിയിട്ടില്ലേ? ട്രൈ ചെയ്തില്ലേ? കുറച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്നും കിട്ടിയില്ല, അവിടെ വെച്ചു. ആ, അങ്ങനെ നോക്കാം, കുഴപ്പമില്ല. ഞാനും ഒക്കെ നോക്കിയിട്ടില്ലേ? 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? 20 നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ, എന്താ അവസ്ഥ? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 27. ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. നമ്മളെ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്, അതായത് എക്സെപ്റ്റ് ഏതോ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഏതാ ആൻസർ കിട്ടി? ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ ഐറ്റംസ് ഓൾ ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എക്സെപ്റ്റ്. മൂന്നെണ്ണം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഒന്നിനെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ആ ഒഴിവാക്കുന്ന സാധനം ഏത് ഓപ്ഷൻ കിട്ടി? ഓപ്ഷൻ ഡി. ബി ഡി. ആൻസർ. മൂവിശ്ര കേട്ടിട്ടില്ല. ഓപ്ഷൻ ഡി ശരിയാണ്. എന്തുകൊണ്ട്? ആരാധന? ഫ്യൂച്ചർ അസറ്റ്. ആ, ഇത് രണ്ട് ഫ്യൂച്ചർ അസറ്റ് ഫ്യൂച്ചർ രണ്ട് ഡിപ്രിസിയേഷൻ. ഓപ്ഷൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബിയും ഒരു സംശയം ഉണ്ടായിരുന്നു, ഓപ്ഷൻ ഡിയും ഉണ്ടായിരുന്നു. ആ, ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡിന്റെ റീസൺ? ഫ്യൂച്ചർ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ ആ, നോക്കില്ലല്ലോ. അതെ. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്താ? ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഡയറക്ട്ലി നമ്മൾ ക്യാഷ് ഫ്ലോനെ എഫക്ട് ചെയ്യുന്നില്ല അല്ലെ? ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ടാക്സ് ലീസ്, അതായത് ഡിപ്രിസിയേഷൻ ടാക്സിൽ മാത്രമേ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിൽ, നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇതാ, ദി ടാക്സ് എഫക്ട് ഓഫ് ഫ്യൂച്ചർ അസറ്റ് ഡിപ്രിസിയേഷൻ. ഫ്യൂച്ചറിൽ നമ്മൾ ഭാവിയിൽ ഇയർ 1, 2, 3 കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്, അതാണ് ഈ ടാക്സ് എഫക്ട് ഓഫ് ഫ്യൂച്ചർ അസറ്റ് ഡിപ്രിസിയേഷൻ. ഈ ഡിപ്രിസിയേഷൻ ടാക്സ് എഫക്ട് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എ അല്ല ആൻസർ. ഇനി ദി കറന്റ് അസറ്റ് ഡിസ്പോസൽ പ്രൈസ്. നമ്മൾ ഒരു റീപ്ലേസ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ നമ്മളെ പഴയ അസറ്റ് ഇന്ന് വിറ്റാൽ എത്ര കിട്ടും? ഇതാ, ദ കറന്റ് അസറ്റ് ഡിസ്പോസൽ പ്രൈസ്. ഡിസ്പോസ് ചെയ്താൽ കിട്ടുന്ന പ്രൈസ്, അതാണ് ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ നമുക്കിപ്പോ ഇനിയിപ്പോ ഡിസ്പോസൽ പ്രൈസ് എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ ഡിസ്പോസൽ കോസ്റ്റ് ആണെന്ന് വിചാരിച്ചാലും അതും ശരിയാണ്. ഏത് നോക്കിയാലും ശരിയാണ്. അതായത് നമ്മളെ കറന്റ് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അതും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ക്യാഷ് സേവിങ്സ് നമ്മൾ റീപ്ലേസ് ചെയ്താൽ, അല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പുതിയ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പുതിയ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്താൽ അതിന് കിട്ടാൻ പോണ ക്യാഷ് സേവിങ്സിലെ നമ്മുടെ EBDT, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ദി ഫ്യൂച്ചർ അസറ്റ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ഡിപ്രിസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, നമ്മളെ ക്യാഷ് ഫ്ലോനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എക്സെപ്റ്റ് ഈ ഓപ്ഷൻ ഡി, ദ ഫ്യൂച്ചർ അസറ്റ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്യാഷ് ഫ്ലോയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കൊണ്ട് കിട്ടുന്ന ടാക്സ് എഫക്ട്, അതായത് ഡിപ്രിസിയേഷൻ ടാക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയാൽ മതി. നിങ്ങൾക്ക് അതിന് മുന്നേ കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ഈസ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ഓഫ് ദിസ് പ്രൊപ്പോസ്ഡ് അപ്ഗ്രേഡ്? അല്ലെ, അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീപ്ലേസ്മെന്റ് ആണ്. എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ്, ഓൾഡ് എക്യുപ്മെന്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ന്യൂ എക്യുപ്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചത്. എത്ര ആൻസർ കിട്ടിയേ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അല്ലേ? 92,800. 92,800. നമുക്ക് നോക്കാം. ന്യൂ എക്യുപ്മെന്റ് ഒറിജിനൽ കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ് 95,000 ആണ്. ന്യൂ എക്യുപ്മെന്റ് കറന്റ് മാർക്കറ്റ് വാല്യൂ, ഒറിജിനൽ കോസ്റ്റ് സെയിം ആണ്. സോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ട് റിസീവബിൾ, പുതിയ അസറ്റിലേക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട്സ് റിസീവബിളും അക്കൗണ്ട്സ് പേബിളും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് പുതിയതിന് വേണ്ട നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മനസ്സിലാവും. ഇനി എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ഫണ്ട് വാങ്ങിച്ചത് 50,000 ആയിരുന്നു. അക്യുമുലേറ്റഡ് ടാക്സ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് വാല്യൂ ആണോ?
അല്ലല്ലേ? അതിന്റെ റിമൈനിങ് ആണ് ബുക്ക് വാല്യൂ. അതെ, അതിന്റെ റിമൈനിങ് ആണ് ബുക്ക് വാല്യൂ. നമ്മൾ ഈ 50,000 കോസ്റ്റിൽ 45,000 ഡിപ്രിസിയേറ്റ് ചെയ്ത് 45,000 ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി 5,000 മാത്രമേ ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതാണ് റിമൈനിങ് ഡിപ്രിസിയേഷൻ അഥവാ നമ്മൾ ബുക്ക് വാല്യൂ അല്ലെ. ഓക്കെ, ഇനി ഈ പഴയ അസറ്റ് ഇന്ന് വിറ്റാൽ കറന്റ് മാർക്കറ്റ് വാല്യൂ ഒരു 3,000 കിട്ടും അല്ലെ. ഇതിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട്സ് പേയബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ പഴയ അസറ്റ് ഇന്ന് വിറ്റാൽ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇപ്പൊ തന്നെ റിലീസ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ പുതിയ അസറ്റിന് വേണ്ടി എന്തൊക്കെ ചെലവാക്കണം, മൈനസ് പഴയതിന് എന്തൊക്കെ കിട്ടും, അത് ചെയ്താൽ നമുക്ക് ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടില്ല. ഇതാ ഞാൻ പർച്ചേസ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് 95,000 ആണ്. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ടുള്ള പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയതിന് വേണ്ടിയിട്ടുള്ള നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ 8,000 അക്കൗണ്ട് റിസീവബിൾ സ്പെൻഡ് ചെയ്യണം. അതിൽ 2,500 അക്കൗണ്ട്സ് പേയബിൾ വരുന്നുണ്ട്. സോ അതിന് ഡിഫറൻസ് ആയിട്ടുള്ള 8,000 മൈനസ് 2,500 ചെയ്താൽ 5,500 ആണ് നമ്മൾ പുതിയതിന് വേണ്ടി അഡീഷണലി സ്പെൻഡ് ചെയ്യേണ്ട നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 5,500. അങ്ങനെയാണെങ്കിൽ പ്ലസ് 95,000 ചെയ്താൽ നമുക്ക് പുതിയ അസറ്റിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് 1,05,000 ആണ്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ന്യൂ അസറ്റ്. ഓക്കെ, മൈനസ് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ചെയ്താൽ മതി. പഴയ അസറ്റ് വിറ്റാൽ എന്തൊക്കെ ക്യാഷ് ആണ് നമുക്ക് കിട്ടാൻ പോവാ. ഓക്കെ, കറണ്ട് മാർക്കറ്റ് വാല്യൂ അല്ലെ, ഈ 3,000 നമുക്ക് കിട്ടും. ഓക്കെ, 3,000 കിട്ടും. അതുപോലെ തന്നെ ഈ 3,000 വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ നമുക്ക് നോക്കണം. സോ ഞാനിതാ ടാക്സ് എക്സ്പെൻസ് ആണോ ടാക്സ് സേവിങ്സ് ആണോ നോക്കാൻ പോവാണ്. എനിക്ക് കിട്ടിയ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3,000 ആണ് അല്ലെ. 3,000 ഞാൻ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. സോ 3,000 വിൽക്കുമ്പോൾ ഈ പഴയ അസറ്റിന് എത്ര ബുക്ക് വാല്യൂ ഉണ്ടായിരുന്നു? 50,000 വാങ്ങിച്ച സാധനം 45,000 ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് അക്യുമുലേറ്റഡ് ടാക്സ് ഡിപ്രിസിയേഷൻ. ടാക്സ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഡിപ്രിസിയേഷൻ 5,000 ആയിരിക്കും. ഈ 5,000 ആണ് നമ്മുടെ ബുക്ക് വാല്യൂ അല്ലെ. സോ 5,000 ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് ആണ് 3,000 വിറ്റത്. സോ 2,000 ലോസ് ആയിരിക്കും. 2,000 ലോസ് സംഭവിച്ചാൽ നമ്മുടെ ടാക്സ് റേറ്റ് 40% ആണ്. നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. 2,000ന്റെ 40% പറഞ്ഞാൽ 800 നമുക്ക് ടാക്സ് സേവിങ്സ് ആയിട്ട് കിട്ടും അല്ലെ. നെറ്റ് സെയിൽസ് പ്രൊസീഡിലേക്ക് പ്ലസ് ടാക്സ് സേവിങ്സ്, അതായത് നമ്മുടെ 800. ഇനി നമുക്ക് കിട്ടാൻ പോണത് ഈ പഴയ അസറ്റ് വിറ്റാൽ നമ്മൾ അതിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. 6,000 അക്കൗണ്ട് റിസീവബിൾ കിട്ടാനുണ്ട് അല്ലെ. കടം വാങ്ങിയാൽ പൈസ തിരിച്ചു തരാണ്ട് 6,000 അവർ തരുന്നു. അതിൽ നിന്ന് ഒരു 2,100 ആർക്ക് കൊടുക്കാനുണ്ട്, അത് കൊടുക്കുന്നു അല്ലെ. സോ 6,000 നിന്ന് ആ 2,100 കൊടുത്താൽ ബാക്കിയുള്ള അമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതായത് പ്ലസ് റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പഴയ അസറ്റ് ഉണ്ട് അല്ലെ, 3,900. സോ ഈ 3 എമൗണ്ടുകളാണ് പഴയ അസറ്റ് വിറ്റാൽ നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് അല്ലെ. 3,000 പ്ലസ് 800 പ്ലസ് 3,900, അതായത് 7,700 ആണ് നമ്മുടെ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയില്ലേ. പുതിയ അസറ്റിന് വേണ്ടി നമ്മൾ 1,05,000 സ്പെൻഡ് ചെയ്യണം. പഴയത് വിറ്റാൽ 7,700 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ യാത്ര സ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ 1,05,000 മൈനസ് 7,700, അതായത് 92,800 ആണ്. ഓപ്ഷൻ സി. എല്ലാവർക്കും തന്നെ കിട്ടി? ഈ രീതിയിൽ തന്നെ കിട്ടി? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യനിലോട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24 ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചാൽ ഇൻ ആൻ അനാലിസിസ് ഓഫ് റെലവന്റ് ക്യാഷ് ഫ്ലോസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ ചെയ്യേണ്ടത് ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫാസ്റ്റ് റൈറ്റ് ഇൻകോർപ്പറേഷൻ ഈസ് പ്ലാനിംഗ് ടു പർച്ചേസ് എക്യുപ്മെന്റ് ടു മേക്ക് ഇറ്റ്സ് ഓപ്പറേഷൻ മോർ എഫിഷ്യന്റ്. The equipment has an estimated life of 6 years. 6 വർഷത്തേക്കാണ് ആ പ്രൊജക്ട് ലൈഫ് ഉള്ളത്. As part of the acquisition, 75,000 investment in net working capital is anticipated. അവർക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് 75,000 ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ നമ്മൾ ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ക്യാഷ് ഫ്ലോസ് അനാലൈസ് ചെയ്യുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. എന്താ ആൻസർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ആക്കിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം ദാറ്റ് ഈസ് ലേറ്റർ റിക്കവേർഡ് അറ്റ് ദി എൻഡ് ഓഫ് 6 years അല്ലെ. പ്രൊജക്ടിന്റെ അവസാന വർഷം അത് റിലീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ബി ആണ് കറക്റ്റ്. എന്തുകൊണ്ട് തെറ്റി? ക്യാൻ ബി ഡിസ്റിഗാർഡഡ് ബിക്കോസ് നോ ക്യാഷ് ഈസ് ഇൻവോൾവ് അല്ലെ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ ദി യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി എക്യുപ്മെന്റ്.
റോങ് സ്റ്റേറ്റ്മെന്റ്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കോൺസെപ്റ്റ് ആണ്. അതായത് അമോർട്ടൈസേഷൻ കേട്ടണോ? ടാഞ്ചിബിൾ അസറ്റ്സിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിപ്രിസിയേഷൻ അല്ലെ. ഡിപ്രിസിയേഷൻ അതായത് നിങ്ങൾക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സുകളാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. അതായത് മെഷീനറി, ബിൽഡിങ്, കാറ് അല്ലെ, അങ്ങനത്തെ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റുകളുടെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിപ്രിസിയേഷൻ. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്. അത് നിങ്ങൾ പാർട്ട് 1 സെക്ഷൻ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ് എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് കമ്പനിക്ക് ഒരു അസറ്റ് ആണ്, പക്ഷെ അത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല അതിന് അല്ലെ. നിങ്ങൾ ഗുഡ് വില്ലിന് കേട്ടിട്ടുണ്ടോ? അല്ലെ, ഗുഡ് വില്ലിന് കേട്ടിട്ടുണ്ട്. ആ ഗുഡ് വില്ല് എന്ന് പറഞ്ഞ എമൗണ്ട് അല്ലെ കമ്പനിയുടെ സ്ഥലത്ത് വരുന്ന പോലെ അത് കമ്പനിക്ക് ഒരു അസറ്റ് ആണ്, അതിനൊരു കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് അമോർട്ടൈസേഷൻ. ഓക്കെ, ഡിപ്രിസിയേഷന്റെ വേറെ കോൺസെപ്റ്റ് ആണ് അമോർട്ടൈസേഷൻ. സോ അത് അമോർട്ടൈസ് ചെയ്ത് കളയുന്ന പറയുന്നത് നെറ്റ്വർക്ക് ക്യാപിറ്റൽ അല്ലേ, ഒന്നല്ല, തെറ്റാണ്. ഇനി ഡി ഓപ്ഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഡി ശരിയാണ്, പക്ഷെ കുറച്ചും കൂടി ശരി ഓപ്ഷൻ ബി അല്ലെ. ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആക്കി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അതിനുശേഷം നമ്മൾ റിലീസ് ഓഫ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ കൂടി സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യന് ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. എത്ര ആൻസർ കിട്ടി? കിട്ടിയില്ല. കിട്ടിയില്ല. കിട്ടില്ല സർ. ഇല്ല. ഓക്കെ, നോക്കാം. വാട്ട് ഈസ് ദി അപ്രോപ്രിയേറ്റ് എൻഡ് ഓഫ് ലൈഫ് ക്യാഷ് ഫ്ലോ റിലേറ്റഡ് ടു ദീസ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദി അനാലിസിസ്. അതായത് എൻഡ് ഓഫ് ലൈഫ്, അതായത് ആ പ്രൊജക്ടിന്റെ ലൈഫ് എൻഡ് ആവുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ, അതായത് ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ ഐറ്റംസ് അവിടെ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. കോർ ഇൻഡസ്ട്രീസ് ഈസ് അനലൈസിംഗ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ഫോർ ന്യൂ എക്യുപ്മെന്റ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഓവർ ദി നെക്സ്റ്റ് 8 years അല്ലെ. 8 years ആണ് ആ പ്രൊജക്ടിന്റെ ലൈഫ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 8th ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, the analyst is attempting to determine the appropriate end of life cash flows for the analysis. അതായത് ആ പ്രൊജക്ടിന്റെ എൻഡിലുള്ള ആ പ്രൊജക്ടിന്റെ ലൈഫിലെ എൻഡിലുള്ള ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് അനലിസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് 8 years, 8 വർഷം കഴിഞ്ഞാൽ ദി എക്യുപ്മെന്റ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ പ്ലാന്റ്. ഓക്കെ, 8 വർഷം കഴിഞ്ഞാൽ ആ അസറ്റ് അവർ പ്ലാന്റിൽ നിന്ന് ഒഴിവാക്കണം. ദി എക്യുപ്മെന്റ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദി പ്ലാന്റ് ആൻഡ് വിൽ ഹാവ് എ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് 0. ബുക്ക് വാല്യൂ 0 എന്ന് പറയുന്നത്, പക്ഷേ എ ടാക്സ് ബേസിസ് ഓഫ് 75,000. എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ 0 ആണ്, പക്ഷേ എ ടാക്സ് ബേസിസ് ഓഫ് 75,000 എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ബുക്ക് വാല്യൂ നമ്മൾ ഡിപ്രിസിയേഷൻ 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിനും ഒന്ന് ടാക്സ് പർപ്പസിനും അല്ലെ. ഈ ടാക്സ് പർപ്പസിന് വേണ്ടിയുള്ള ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യേണ്ടത്? നമ്മളെ ബുക്ക് വാല്യൂ കൺസിഡർ ചെയ്യണം. നമ്മളെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ടാക്സ് അതോറിറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു ബേസിസിലുള്ള ബുക്ക് വാല്യൂ ഡിപ്രിസിയേഷൻ മെത്തേഡുകളും അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ബുക്ക് വാല്യൂ 0 ആണ്. ഓക്കെ, നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിലായിരിക്കാം. ഓക്കെ, അവർ സെപ്പറേറ്റ് എ ടാക്സ് ബേസിസ് ഓഫ് 75,000 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 8 വർഷം കഴിഞ്ഞിട്ട് ആ അസറ്റ് അവർ വിൽക്കുമ്പോൾ അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 75,000 ഉണ്ട്. ഓക്കെ, അവിടെ അല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേ? അവിടെ കൺഫ്യൂഷൻ ഇല്ല. ബുക്ക് വാല്യൂ 75,000 ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബുക്ക് വാല്യൂ 75,000 എടുത്തിട്ടുണ്ട് ഞാൻ. എടുത്തിട്ടുണ്ട്, പിന്നെ തെറ്റാൻ ചാൻസ് ഇല്ലല്ലോ. എ കോസ്റ്റ് ടു റിമൂവ് ഓഫ് 40,000. ആ 40,000 എന്താ? അത് ഡിസ്പോസൽ ആണ്. ഡിസ്പോസിബിൾ അതെ. കോസ്റ്റ് അല്ലേ? ഡിസ്പോസൽ കോസ്റ്റ് ആണ്, ഔട്ട്ഫ്ലോ ആണ് അല്ലെ. ആൻഡ് എ സ്ക്രാപ്പ് സാൽവേജ് വാല്യൂ ഓഫ് 10,000. 8 വർഷം കഴിഞ്ഞിട്ട് ആ അസറ്റ് അവർക്ക് വിട്ടാൽ 10,000 കിട്ടും അല്ലെ. 75,000 ബുക്ക് വാല്യൂ ഉണ്ട്, 40,000 ഡിസ്പോസൽ കോസ്റ്റ് ഉണ്ട്, ടാക്സ് റേറ്റ് 40% അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ ആ ഐറ്റംസ് എത്ര വരും? എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ? നമ്മൾ പണ്ട് കേസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തില്ലേ. ഇതിൽ EBDTയും ഡിപ്രിസിയേഷൻ ടാക്സ് ടാക്സ് സേവിങ്സും ടാക്സ് എക്സ്പെൻസും വരാണ്ട് ഒരു 45,000 വന്നിട്ടുണ്ട്. അല്ല, ടാക്സിന്റെ ഇത് കൂടി നോക്കണ്ടേ 40%. ഇവിടെ EBDTയും ഡിപ്രിസിയേഷൻ ടാക്സുകളും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഈ പ്രോജക്റ്റ് എത്രക്കാണ് നമ്മൾ വാങ്ങിയത്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സേവിങ്സ് EBDTനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അസറ്റിന്റെ ഡിസ്പോസൽ ആയിട്ട് ബേസ് ചെയ്തിട്ട് എന്ത് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ എന്ത് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതാണ് അവർ ചോദിച്ചത്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ -18,000 ആണോ കിട്ടണം? നെഗറ്റീവ് ആയിരിക്കും.
ഡി അല്ല. നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കിക്കേ. സാൽവേജ് വാല്യൂ കിട്ടുന്നത് 10,000 ആണ്. അതുപോലെ തന്നെ ആ 10,000 വിൽക്കുന്ന സമയത്ത് ടാക്സ് ബേസിസിലുള്ള അതിന്റെ ബുക്ക് വാല്യൂ 75,000 ഉണ്ട്. പിന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ അവർക്ക് 40,000 സ്പെൻഡ് ചെലവായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ? ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മൾ പണ്ട് കേസ് 1 കേസ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തില്ല. ആ ഒരു സംഭവമാണ്. ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചത്, പക്ഷെ അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. ആരാധന ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ സാൽവേജ് വാല്യൂ 10,000 വരും. 10,000 ഇൻഫ്ലോ ആണ് ആഡ് ചെയ്തു. ഇൻഫ്ലോ ആണ് ആഡ് ചെയ്യും. പിന്നെ ഡിസ്പോസിബിൾ കോസ്റ്റ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യും. ലെസ് ചെയ്തു. പിന്നെ ടാക്സ് സേവിങ്സ് 26,000 വരും അല്ലേ? അതെങ്ങനെ കിട്ടി? 65 കിട്ടി? സാൽവേജ് വാല്യൂ ബുക്ക് വാല്യൂ മൈനസ് ചെയ്തു. ലെസ് ചെയ്തു. അത് മാത്രം ലെസ് ചെയ്താൽ മതിയോ? ഡിസ്പോസിബിൾ കോസ്റ്റും കൂടി ലെസ് ചെയ്യണം. അതെ, നമുക്ക് കിട്ടിയ സാലവേജ് വാല്യൂ മൈനസ് ബുക്ക് വാല്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത്. ഡിസ്പോസൽ കോസ്റ്റ് ഇല്ലെങ്കിൽ. ഡിസ്പോസൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഈ അസറ്റിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ എക്സ്പെൻസ് അല്ലേ. സോ നമ്മൾ സി 12,000 വേണോ? അതെ 12,000 ആണ് കറക്റ്റ്. 12,000. നമ്മൾ ഡിസ്പോസൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കമ്പയർ ചെയ്യണം. അതും കൂടി ആ അസറ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്ന എക്സ്പെൻസ് ആണ്. ഓക്കെ, 1,05,000 40% ടാക്സ് ശരിയാണ്. 42,000 നെഗറ്റീവ് 30,000. ശരിയാണ്. ഡിസ്പോസിബിൾ കോസ്റ്റ് ആഡ് ചെയ്തില്ല, കാൽക്കുലേറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഈ 75,000 ആണ് നിങ്ങൾ നിശ്ചയം ചെയ്തത്. 75,000 ബുക്ക് വാല്യൂ എടുത്തു. ഓക്കെ ഇപ്പൊ കിട്ടിയില്ലേ? കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ് വരുന്നത് വെച്ചാൽ 8th ഇയറിലെ ക്യാഷ് ഫ്ലോ 8th ഇയർ അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ സാലവേജ് വാല്യൂ 10,000 കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 40,000 സ്പെൻഡ് ചെയ്തതിന്. സോ ഓക്കെ, ഇനി ഈ 10,000 വിറ്റതിന് ടാക്സ് സേവിങ്സ് ആണോ ടാക്സ് എക്സ്പെൻസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ സാലവേജ് വാല്യൂ 10,000 ആണ്. 10,000 ആണ് മൈനസ് ബുക്ക് വാല്യൂ ടാക്സ് ബേസിസിലെ ബുക്ക് വാല്യൂ 75,000 ആണ്. ഓക്കെ, ഇത് മാത്രമാണെങ്കിൽ നമ്മളെ ലോസ് 65,000 മാത്രം അല്ലെ. അതിലേക്ക് 40,000 എന്ന് പറഞ്ഞാൽ ചെലവ് കൂടി എക്സ്ട്രാ വരുമ്പോൾ മൈനസ് ഡിസ്പോസൽ കോസ്റ്റ് നമ്മളെ ലോസ് വീണ്ടും കൂടും. ഡിസ്പോസൽ കോസ്റ്റ് എന്നാൽ 40,000 ആണ്. അങ്ങനെയാണെങ്കിൽ 10,000 മൈനസ് 75,000 മൈനസ് 40,000. അങ്ങനെയാണെങ്കിൽ 1,05,000 ആണ് ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ലോസിലെ. സോ ഇത്രയും ലോസിന്റെ 40% നമുക്ക് ടാക്സ് സേവിങ്സ് ആയിട്ട് കിട്ടും. 1,05,000 40% എന്ന് പറഞ്ഞാൽ 42,000 അല്ലെ. സോ ഈ ക്യാഷ് ഫ്ലോയിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു ടാക്സ് സേവിങ്സ് 42,000. സാലറി വാല്യൂ 10,000 കിട്ടുന്നു. ഡിസ്പോസൽ ടാക്സ് സേവിങ്സ് 42,000 കിട്ടുന്നു. ടോട്ടൽ 52,000 കിട്ടുന്നു. അതിൽ നിന്ന് ഒരു 40,000 എടുത്തിട്ട് ഡിസ്പോസൽ കോസ്റ്റ് കൊടുക്കുന്നു. റിമൈനിങ് ആയിട്ടുള്ള 12,000 ആയിരിക്കും നമുക്ക് നെറ്റ് ആയിട്ട് കിട്ടാൻ പോലെ. സോ നെറ്റ് ക്യാഷ് ഫ്ലോ ഓപ്ഷൻ സി. ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഏത് ആൻസർ കിട്ടി? ഓപ്ഷൻ എ A. ആണ്.
ഓപ്ഷൻ അല്ലേ 4,60,000. ഓക്കെ എന്താ ചോദിച്ചു വെച്ചാൽ ദ ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി ന്യൂ എക്യുപ്മെന്റ് വേണ്ട ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര എന്നാണ് ഇതാ എ കമ്പനി ഇൻസ്റ്റാൾ എ പീസ് ഓഫ് എക്യുപ്മെന്റ് വിത്ത് എ 5-year ലൈഫ് ആൻഡ് നോ സാലറി വാല്യൂ. അപ്പോൾ നമുക്ക് വേണ്ട കാരണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചോദിച്ചത്. സോ റിക്വയർമെന്റ് ആദ്യം വായിച്ചിട്ട് ആ റിക്വയർമെന്റിന് എന്തൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ അത് മാത്രം പിക്ക് ചെയ്താൽ മതി. ദ എക്യുപ്മെന്റ് കോസ്റ്റ് 5 lakh. ഓക്കെ, അത് നമുക്ക് വേണം. വിൽ ജനറേറ്റ് 1,50,000 സേവിങ്സ് ഈച്ച് ഇയർ. അത് നമുക്ക് വേണ്ട. ദ എക്യുപ്മെന്റ് വിത്ത് എ ബുക്ക് വാല്യൂ. അപ്പോൾ പുതിയ അസറ്റിന് വേണ്ടി നമ്മൾ 5 lakh സ്പെൻഡ് ചെയ്യണം. ഓൾഡ് എക്യുപ്മെന്റ് വിത്ത് എ ബുക്ക് വാല്യൂ ഓഫ് 50,000 ആൻഡ് റിമൈനിങ് ലൈഫ് ഓഫ് 2 years വാസ് സോൾഡ് ഫോർ 20,000. അല്ലെ, പഴയ അസറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ 20,000 വിറ്റ്. പിന്നെ ദി ഓൾഡ് എക്യുപ്മെന്റ് വിത്ത് എ ബുക്ക് വാല്യൂ ഓഫ് 20,000 വിൽക്കുമ്പോൾ അതിന്റെ ബുക്ക് വാല്യൂ 50,000 ഉണ്ടായിരുന്നു. അല്ലെ, നോ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുമില്ല. ടാക്സ് റേറ്റ് 40% ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി ന്യൂ എക്യുപ്മെന്റ്, ഈ ന്യൂ എക്യുപ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ എത്ര സ്പെൻഡ് ചെയ്യണം. അല്ലെ, അങ്ങനെയാണെങ്കിൽ പർച്ചേസ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് എന്ന് പറഞ്ഞാൽ 5 lakh ആണ്. പക്ഷെ പഴയ അസറ്റ് വിൽക്കാനുള്ളതുകൊണ്ട് അത് വിറ്റാൽ അവർക്ക് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടും. നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടുന്നത് കറണ്ട് മാർക്കറ്റ് വാല്യൂ 20,000 കിട്ടുന്നുണ്ട്. ഇനി 20,000 വിൽക്കുമ്പോൾ ടാക്സ് എക്സ്പെൻസ് ആണോ സേവിങ്സ് ആണോ എന്ന് ഞാൻ നോക്കുകയാണ്. ഇതാ ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ്. കറണ്ട് മാർക്കറ്റ് വാല്യൂ അവർക്ക് കിട്ടിയത് 20K ആണ്. മൈനസ് ബുക്ക് വാല്യൂ ഓക്കെ 50K ആണ്. അങ്ങനെയാണെങ്കിൽ 30K ആണ് ആ പഴയ അസറ്റ് വിറ്റപ്പം അവർക്ക് സംഭവിച്ചിട്ടുള്ള ലോസിലെ 40% ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ 30,000-ന്റെ 40% അവർക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. അതാണ് 12,000. അല്ലെ, സോ ഇതാ കറണ്ട് മാർക്കറ്റ് വാല്യൂ 20,000 ആ അസറ്റ് വിറ്റപ്പോൾ കിട്ടും. അതിന്റെ കൂടെ നഷ്ടം സംഭവിച്ചുള്ള ടാക്സ് സേവിങ്സ് 12,000 കിട്ടും. സോ ടോട്ടൽ 32,000 ആണ് അവർക്ക് വന്നിട്ടുള്ള നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ്. അല്ലെ, പഴയത് വിറ്റാൽ 32,000 കിട്ടും. പുതിയത് വാങ്ങാൻ വേണ്ടി 5 lakh വേണം. അങ്ങനെയാണെങ്കിൽ 4,68,000 അവർ ഇൻക്രിമെന്റൽ ആയിട്ട് അവർ സ്പെൻഡ് ചെയ്താൽ മതി. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അവിടെ ഒരു ചെറിയൊരു ഡൗട്ട് കൺഫ്യൂഷൻ വന്നു. ഒരു 2 years റിമൈനിങ് ലൈഫ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, 2 year റിമൈനിങ് ലൈഫ് ഉണ്ട്. അത് അപ്പോ അത് കാൽക്കുലേറ്റ് ചെയ്യണോ ഇത് കാൽക്കുലേറ്റ് ചെയ്യണോ എന്ന് ആദ്യം ഒരു വേണ്ട, നമുക്ക് 2 year റിമൈനിങ് ലൈഫ് ഈ ബുക്ക് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് അസറ്റ് ഒക്കെ ആണ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ലൈഫ് അതിൽ എത്ര ലൈഫ് ഉണ്ട് വെച്ചിട്ട് റിമൈനിങ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ റിമൈനിങ് ഡിപ്രിസിയേഷൻ ബുക്ക് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ബുക്ക് വാല്യൂ ഡയറക്റ്റ് എടുത്താൽ മതി. ഈ റിമൈനിങ് 2 ലൈഫ് എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ ആവശ്യമില്ലാത്തതാ ഈ 1,50,000 നമുക്ക് ആവശ്യമില്ല. അല്ലെ, ഇനി ഈ പുതിയ അസറ്റിന് എത്ര ലൈഫാണെന്ന് നമുക്ക് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. സപ്പോസ് ഇപ്പൊ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് ടാക്സ് അതെ ബേസിസിലായിരിക്കും അല്ലെ? ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതെ മീൻസ് അതെ ഇൻസ്ട്രക്ഷൻ അതെ, പ്രകാരമായിരിക്കും. ഒരു ബുക്ക് വാല്യൂ തന്നിട്ടുള്ളൂല്ലെങ്കിൽ ഇതാ അത് മാത്രം എടുത്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ഇതാ ടാക്സ് ബേസിസ് ഓഫ് 75,000 പിന്നെ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇത് ടാക്സ് ബേസിസ് ഉള്ള ബുക്ക് വാല്യൂ, ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗുള്ള ബുക്ക് വാല്യൂ ആണ്. നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു ബുക്ക് വാല്യൂ മാത്രം തന്നിട്ടില്ലെങ്കിൽ അത് മാത്രം മതി. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ആൻസർ കിട്ടി? ഡി ആണ്. ബി അല്ലെങ്കിൽ ഡി. ഡി ഡി അല്ലെങ്കിൽ ഡി ബി ബി. ബി ബി എന്താ ഡി. പറയുക ഓപ്ഷൻ? ബി ഉണ്ട്, ഡി ഉണ്ട്, വേറെ എന്താ ഓപ്ഷൻസ് ഉണ്ടോ? ബി. ആരാധനക്ക് ഏതാ കിട്ടി? ഞാൻ ബി ഓർ ഡി എന്ന് എഴുതിയത്. ആണോ, നമുക്ക് നോക്കാം. എ കമ്പനീസ് കൺട്രോളർ പ്രിപ്പയർഡ്, ഇതൊന്നും ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. A company's controller prepared a capital budgeting analysis that did not consider that net working capital will increase by 10 lakh at the beginning of the project and then decrease by 10 lakh when the project is concluded. അതായത് ഒരു പ്രൊജക്ടിന്റെ ക്യാപിറ്റൽ ബഡ്ജറ്റ് അനാലിസിസ് ആണ് അവർ നടത്തുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് ഒരു 10 lakh നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ആ പ്രൊജക്ട് അവസാനിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇയർ 5 അത് അവസാനിക്കുമ്പോൾ റിലീസ് ആയിട്ട് ആ 10 lakh തിരിച്ചു കിട്ടുന്നുണ്ട്. അല്ലെ, ഇത് രണ്ടും അവർ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി. അല്ലെ, എ കമ്പനീസ് കൺട്രോളർ പ്രിപ്പയർഡ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അനാലിസിസ് ദാറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ദാറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ് ബൈ ദാറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി. അല്ലെ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് 10 lakh നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും ഈ പ്രൊജക്ട് എൻഡ് ആകുമ്പോൾ ആ 10 lakh തിരിച്ചു കിട്ടുന്നതും അത് രണ്ടും അവർ എന്ത് ചെയ്യാൻ മറന്നു? കൺസിഡർ ചെയ്യാൻ മറന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിസ് ഒമിഷൻ
ഇത് കൺസിഡർ ചെയ്യാൻ വിട്ടുപോയത് എന്തിലേക്കാണ് നയിക്കുകയാണ്? നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഇതാ ഓപ്ഷൻ ബി പറയുന്നത് ഹാസ് നോ എഫക്ട് ഓൺ ദി പ്രോജക്ട്സ് നെറ്റ് പ്രസന്റ് വാല്യൂ ബിക്കോസ് ദി ചേഞ്ചസ് ആർ ഓഫ്സെറ്റിംഗ് അല്ലെ. ആ ഓപ്ഷൻ എന്താ പറയുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലും എടുത്തിട്ടില്ല, അവസാന വർഷം തിരിച്ചു കിട്ടണോ എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതാ ഹാസ് നോ എഫക്ട് ഓൺ ദി പ്രോജക്ട്സ് നെറ്റ് പ്രസന്റ് വാല്യൂ ബിക്കോസ് ദി ചേഞ്ചസ് ആർ ഓഫ്സെറ്റിംഗ്. നമ്മള് ഇമ്പാക്ട് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു അല്ലെ. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് മുകളിൽ എന്ത് ഇമ്പാക്ട് ആണ് കൊണ്ടുവരുന്നത് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. ഇതാ അപ്പൊ ഇവിടെ പറഞ്ഞത് ഹാസ് നോ എഫക്ട് ഓൺ ദി പ്രോജക്ട്സ് നെറ്റ് പ്രസന്റ് വാല്യൂ. ഈ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു എഫക്റ്റും ഇല്ല. കാരണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലും എടുക്കാൻ മറന്നുപോയി, ഇയർ 5ലും എടുക്കാൻ മറന്നു. അപ്പൊ കുഴപ്പമില്ലല്ലോ, അത് ഓഫ്സെറ്റ് ആയി പോകുന്നതാണ്, അത് ടാലി ആയി പോകുന്നതാണ് ഈ ഓപ്ഷനിൽ പറഞ്ഞത് അല്ലെ. ഈ 10 ലാക്ക് ഇതിപ്പോ നിങ്ങൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 10 ലാക്ക് ആണ് നെറ്റ്വർക്ക് ക്യാപിറ്റലിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അല്ലെ. 10 ലക്ഷം പ്രസന്റ് വാല്യൂ ഉള്ള എമൗണ്ട് ആണ് നിങ്ങളെ കയ്യിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയില്ലേ. ഇതാ ഈ ഇയർ 5ന്റെ പ്രസന്റ് വാല്യൂ ഇയർ 5ല് ആ 10 ലാക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്കാണ് ആ ഇയർ 5ല് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസിന്റെ പ്രസന്റ് വാല്യൂ വരേണ്ടിയിരുന്നത്. അതിപ്പോ വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാ നമ്മൾ ഇമ്പാക്ട് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 1 ലാക്ക് എങ്ങാനും ഇനി നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മൾ 1 ലാക്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ 1 ലാക്ക് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു കിട്ടിയപ്പോൾ വെറും 65,000 വാല്യൂ ഉള്ളൂ ആ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിൽ. ഓർമ്മ ഉണ്ടായിരുന്നോ? സോ നെഗറ്റീവ് 35,000 ആണ് നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ NPVന്റെ മുകളിൽ കൊണ്ടുവരുന്ന ഇമ്പാക്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല് നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. പക്ഷെ ആ നെറ്റ്വർക്ക് ക്യാപിറ്റൽ നമുക്ക് തിരിച്ചിട്ടുള്ളത് ആ പ്രൊജക്ടിന്റെ അവസാനമാണ്. ആൻഡ് ദെൻ ഡിക്രീസ് ബൈ 10 ലാക്ക് വെൻ ദ പ്രൊജക്ട് ഈസ് കൺക്ലൂഡഡ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇയർ 5ലാണ് ആ പ്രൊജക്ട് അവസാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുന്നത് അല്ലെ. അപ്പം ഈ 10 ലക്ഷത്തിന് വാല്യൂ എന്തായാലും ഉണ്ടാവോ? ഇല്ല. ഡിസ്കൗണ്ട് റേറ്റ് ഒന്നും നമുക്കറിയില്ല, എന്തായാലും വാല്യൂ കുറഞ്ഞിരിക്കും, വല്ല 6 ലാക്കോ 7 ലാക്കോ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ NPV കാണുന്ന പ്രോസസ്സിൽ നമ്മൾ ആ നെറ്റ്വർക്ക് ക്യാപിറ്റലിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല. നമ്മൾ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ, ആക്ച്വലി ചെയ്യേണ്ടതാണ്, എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ NPVയിൽ എന്ത് ഇമ്പാക്റ്റ് ആയി 10 ലക്ഷം കൊണ്ടുവരാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് 10 ലക്ഷത്തിന്റെ വാല്യൂ ഉള്ള എമൗണ്ട് ആണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആയിട്ട് പോയപ്പോൾ സംഭവിച്ചത്. പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടോ 6 വർഷം കഴിഞ്ഞിട്ടോ ആ പ്രൊജക്ട് എൻഡ് ആകുമ്പോൾ അത് തിരിച്ചു കിട്ടുമ്പോൾ മേ ബി ഒരു 6 ലക്ഷമേ ഉണ്ടാവുള്ളൂ അല്ലെ. എന്തായാലും വാല്യൂ വരും. സോ നമ്മളെ NPV സോ ഇവിടെ ശ്രദ്ധിച്ചോ നമ്മള് ഈ 10 ലാക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ നമ്മളെ NPVയിൽ എന്തായാലും ഒരു 4 ലാക്ക് കുറവ് സംഭവിക്കേണ്ടതായിരുന്നില്ലേ അല്ലെ. ആ കുറവ് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഈ നെറ്റ്വർക്ക് ക്യാപിറ്റലിലെ ആ ഒരു എഫക്റ്റ് നമ്മളെ NPVയിൽ വന്നിരുന്നെങ്കിൽ നമ്മളെ NPV കുറച്ചും കൂടി കുറഞ്ഞേനെ അല്ലെ. സോ ഇവിടെ അപ്പം ഹാസ് നോ എഫക്ട് ഓൺ ദി പ്രോജക്ട്സ് നെറ്റ് പ്രസന്റ് വാല്യൂ ബിക്കോസ് ദി ചേഞ്ചസ് ആർ ഓഫ്സെറ്റിംഗ്. ആ ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ അവർ പറഞ്ഞതുള്ളത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലും എടുത്തിട്ടില്ല, ഇയർ 5ലും എടുത്തിട്ടില്ല, അപ്പം കുഴപ്പമില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 10 ലാക്ക് വാല്യൂ ഉള്ള എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലായിട്ട്. പക്ഷെ ആ സെയിം 10 ലക്ഷം 5 വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അതിന് 10 ലക്ഷത്തിന് വാല്യൂ ഉണ്ടാവില്ല, അതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ കാണുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ കാണുന്ന പ്രോസസ്സിൽ ഇമ്പാക്ട് ഓഫ് NPV നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും എടുത്തിട്ടില്ല, അത് തിരിച്ചു കിട്ടിയപ്പോഴും എടുത്തിട്ടില്ല എന്നൊരു റീസൺ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ദ ചേഞ്ചസ് ആർ ഓഫ്സെറ്റിംഗ്. ഓക്കെ, ഈ NPV കാണുമ്പോൾ ഈ സെയിം എഫക്റ്റ് ആണ് വന്നത്. NPV കാണുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്ക് ആ 10 ലക്ഷത്തിന്റെ വാല്യൂ വന്നത് വെറും 6 ലാക്ക്. 6 ലാക്ക് ഞാൻ അസ്യൂം ചെയ്താണ്. ഓക്കെ, എന്തായാലും വാല്യൂ കുറയല്ലോ. അതുപോലെ തന്നെ 6 ലാക്ക് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 10 ലാക്ക്. ഓക്കെ, ആ 10 ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തുള്ള ആ നെറ്റ്വർക്ക് ക്യാപിറ്റലിന്റെ വാല്യൂ 10 ലക്ഷം ഉണ്ടായിരുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 10 ലക്ഷം വാല്യൂ ഉള്ള എമൗണ്ട് ആണ് നമ്മൾ നെറ്റ്വർക്ക് ക്യാപിറ്റലിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. പക്ഷെ അത് തിരിച്ചു കിട്ടിയപ്പോൾ വെറും 6 ലാക്കിന്റെ വാല്യൂ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ കാണുമ്പോൾ ഈ പ്രോജക്ട് ഓപ്ഷൻ ബിയിലേക്ക് നോക്കിക്കേ.
ഹാസ് നോ എഫക്ട് ഓൺ ദി പ്രോജക്ട് നെറ്റ് പ്രസന്റ് വാല്യൂ. ഈ പ്രോജക്റ്റിന് എൻ പി കാണുമ്പോൾ ഈ 10 ലക്ഷം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ തന്നെ ഇയർ 5ലും അതായത് റിലീസിന്റെ സമയത്തും രണ്ടും നമ്മൾ മിസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആ ചേഞ്ചസ് ഓഫ്സെറ്റ് ആയി പോകും, രണ്ടും ടാലി ആയി പോകുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ നെറ്റ് പ്രസന്റ് വാല്യൂ കാണുമ്പോൾ നമ്മൾ ഈ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ പോണ 10 ലക്ഷത്തിന് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിന് പ്രസന്റ് വാല്യൂലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ആ ചേഞ്ച് ഓഫ്സെറ്റ് ആയി പോകുന്നു പറയാൻ പറ്റില്ല. കാരണം അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രസന്റ് വാല്യൂ അത് തിരിച്ച് കിട്ടുമ്പോൾ ഉള്ള പ്രസന്റ് വാല്യൂ രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ സെയിം എഫക്റ്റ് അല്ല രണ്ട് സ്ഥലത്തും നമ്മൾ അത് എടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. സോ ഓപ്ഷൻ ബി എന്തുകൊണ്ട് തെറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓവർ സ്റ്റേ ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ ദി പ്രോജക്ട്സ് ഫൈനൽ ഇയർ. ഇനി സി അണ്ടർസ്റ്റേറ്റ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ ദി പ്രോജക്ട്സ് ഫൈനൽ ഇയർ. ഓവർ സ്റ്റേറ്റ് ഫൈനൽ ഇയറിലെ ക്യാഷ് ഫ്ലോ ഓവർ സ്റ്റേറ്റ് എന്നാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞത്. ഫൈനൽ ഇയറിലെ ക്യാഷ് ഫ്ലോ അണ്ടർസ്റ്റേറ്റ് എന്നാണ് അല്ലെ. ഓപ്ഷൻ എന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്ഷൻ സി. ഇനി അണ്ടർസ്റ്റേറ്റ് ദി ഓവറോൾ പ്രോജക്ട് നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെ. അപ്പൊ അണ്ടർസ്റ്റേറ്റും ഓവർ സ്റ്റേറ്റും എന്താണ് ആദ്യം പഠിക്കുന്നത്. എന്താണ് ഈ അണ്ടർസ്റ്റേറ്റും ഓവർ സ്റ്റേറ്റും? അണ്ടർസ്റ്റേറ്റ്, ഓവർ സ്റ്റേറ്റ്. അണ്ടർ റേറ്റഡ്, ഓവർ റേറ്റഡ് എന്ന് കേട്ടില്ലേ? ഒരു ഫിലിം ഇറങ്ങിയല്ലേ, അതിന് ആക്ച്വലി കിട്ടേണ്ട വാല്യൂ അത്ര കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെ നമ്മൾ അണ്ടർ റേറ്റഡ് ആണ് എന്ന് പറയും അല്ലെ. ഇനി ഒരു ഫിലിം ഇറങ്ങിയിട്ട് ഒരുപാട് നല്ല റിവ്യൂസ് കണ്ട് നമ്മൾ പോയി കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെ നമ്മളത് ഓവർ റേറ്റഡ് ആണെന്ന് പറയും അല്ലെ. സോ ദാ ഓവർ റേറ്റഡ് പറഞ്ഞാൽ എന്താ, അതിന് ഉള്ളതിനേക്കാൾ എക്സ്ട്രാ ഉള്ളത് പോലെ തോന്നിക്കുക അല്ലെ. ഓവർ സ്റ്റേറ്റ് ആയിട്ട് അല്ലെ, എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് ഓവർ സ്റ്റേറ്റ് എന്ന് പറയാം അല്ലെ. ആക്ച്വലി ഉള്ളതിനേക്കാൾ കൂടുതൽ ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇതാണ് ഓവർ സ്റ്റേറ്റ്. അപ്പൊ അണ്ടർ സ്റ്റേറ്റ് എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. ആക്ച്വലി ഉള്ളതിന്റെ അത്ര പോലും ഇല്ല, അതാണ് അണ്ടർ സ്റ്റേറ്റ്. ഇപ്പൊ ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടാണ് അണ്ടർ സ്റ്റേറ്റിൽ ഉണ്ടാവുക. പക്ഷെ ഓവർ സ്റ്റേറ്റിലോ ഇപ്പൊ ആക്ച്വലി ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി കൂടിയിട്ടാണ് ഓവർ സ്റ്റേറ്റിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടി പറയാം. ഓപ്ഷൻ എ പറഞ്ഞത് ഓവർ സ്റ്റേറ്റ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ ദി പ്രോജക്ട്സ് ഫൈനൽ ഇയർ അല്ലെ. ആ ഫൈനൽ ഇയറിൽ ഫോർ എക്സാമ്പിൾ ആ പ്രോജക്റ്റിന്റെ ഫൈനൽ ഇയറിൽ റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം ആഡ് ചെയ്യേണ്ടതായിരുന്നില്ലേ. അത് ആഡ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് ഫൈനൽ ഇയറിലെ ക്യാഷ് ഫ്ലോ ഉള്ളതിനേക്കാൾ കൂടിയിട്ടാണ് ഉണ്ടാവുക എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് ഫൈനൽ ഇയറിലെ ടെർമിനൽ ക്യാഷ് ഫ്ലോ നമ്മളെ EBDT 1 - ടാക്സ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സിൽ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയപ്പോ ടെർമിനൽ ക്യാഷ് ഫ്ലോ ഫൈനൽ ഇയറിലാണ്. അവിടെ ശ്രദ്ധിച്ചോ, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടിയത് 10 ലക്ഷം. ഓക്കെ, അതിലേക്ക് ഒരു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് 10 ലക്ഷം കൂടി ഉണ്ടാവേണ്ടതായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി 20 ലാക്കാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ ഈ 10 ലാക്ക് അവർ എടുക്കാൻ മറന്നിട്ടില്ലേ അല്ലെ. ഈ 10 ലാക്ക് അവർ എടുക്കാൻ മറന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 10 ലാക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്ത ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ വന്നിട്ടില്ല. ഈ 10 ലാക്ക് മാത്രമേ ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. ഈ 10 ലാക്ക് ആണ് ഇപ്പൊ അവർ കണ്ടുപിടിച്ചിട്ട് ടെർമിനൽ ക്യാഷ് ഫ്ലോ. പക്ഷെ ആക്ച്വലി 20 ലാക്ക് വരേണ്ടതല്ലേ ഇയർ ഫൈനലിലെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ട് അവസാനിക്കുമ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അവർ തിരിച്ചു കിട്ടുന്നതും കാൽക്കുലേറ്റ് ചെയ്തില്ല, അത് വിട്ടുപോയി. ഓക്കെ, അപ്പം ആക്ച്വലി ഉണ്ടാവതിനേക്കാൾ കുറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഉള്ളത് അല്ലെ. ആക്ച്വലി 20 ലാക്ക് ആയിരുന്നു ടെർമിനൽ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാണ്, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ 10 ലാക്ക് ആയിരുന്നെങ്കിൽ ആക്ച്വലി 20 ലാക്ക് ആയിരുന്നു ടെർമിനൽ ഇയറിലെ ക്യാഷ് ഫ്ലോ വരേണ്ടിയിരുന്നത് അല്ലെ. കാരണം റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ 20 ലാക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ഈ റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അവർ കൺസിഡർ ചെയ്തിട്ടില്ല, അവർ വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ 20 ലാക്കിലെ ആക്ച്വലി വരേണ്ടതിനേക്കാൾ കുറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവരുടെ ടെർമിനൽ ക്യാഷ് ഫ്ലോ ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഉള്ളതിനേക്കാൾ കൂടുതലല്ല, ഓവർ സ്റ്റേറ്റ് അല്ല, അണ്ടർ സ്റ്റേറ്റ് ആണ് വരിക. അണ്ടർസ്റ്റേറ്റ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഇൻ ദി പ്രോജക്ട് ഫൈനൽ ഇയർ. പ്രൊജക്ടിന്റെ ഫൈനൽ ഇയറിലുള്ള പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, അതായത് പ്രൊജക്ടിന്റെ ഫൈനൽ ഇയറിൽ കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഓക്കെ, അത് ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടാണ് അണ്ടർസ്റ്റേറ്റ് ആയിരുന്ന സിറ്റുവേഷനിലാണ് ഇപ്പം കിടക്കണമെന്ന് പറഞ്ഞത്. ശരിയല്ലേ? ആക്ച്വലി 20 ലാക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിലീസിന്റെ പ്രസന്റ് വാല്യൂ അവർ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ ഉള്ളതിനേക്കാൾ കുറച്ചിട്ടാണ് ഉണ്ടാവുക. അതായത് കുറച്ചും കൂടി കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആക്ച്വലി അതല്ല ഉണ്ടാവേണ്ടിയിരുന്നത്, കുറച്ചും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. ആ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ചെയ്തപ്പോൾ ഉള്ള ആ എമൗണ്ട് കൂടി ആഡ് ചെയ്താൽ ഈ 10 ലക്ഷത്തിനേക്കാൾ കുറച്ചും കൂടി ഇൻക്രീസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പ്രസന്റ് വാല്യൂ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അവര് ആ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ചെയ്യുന്നത് വിട്ടുപോയത് കൊണ്ട് പ്രോജക്ടിന്റെ ഫൈനൽ ഇയറിലെ ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ അണ്ടർ സ്റ്റേറ്റ് ആയി പോയി അല്ലെ, ഉള്ളതിനേക്കാൾ കുറഞ്ഞു പോയി.
സോ ഓപ്ഷൻ സി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഇതാ അണ്ടർസ്റ്റേറ്റ് ദി ഓവറോൾ പ്രൊജക്ട് നെറ്റ് പ്രസന്റ് വാല്യൂ. ഇതാ ഈ ഓപ്ഷനും കൂടി ഡിസ്കസ് ചെയ്താൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. ഓപ്ഷൻ ഡി ഒന്ന് നോക്കിക്കേ, ഓപ്ഷൻ ഡി ഒന്ന് നോക്കിക്കേ. ഇതാ അണ്ടർസ്റ്റേറ്റ് ദി ഓവറോൾ പ്രൊജക്ട് നെറ്റ് പ്രസന്റ് വാല്യൂ. ഈ ഒരു പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ഇതാ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടാണ് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ്? ഇല്ല, ഇപ്പം ഇതാ അവർ വിട്ടുപോയപ്പോ ഇതാ അവര് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിലെ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്തും അത് തിരിച്ചു കിട്ടുമ്പോഴുള്ള സമയത്ത് രണ്ട് സൈഡിലും വിട്ടുപോയതുകൊണ്ട് ഇതാ നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക എന്നാണ്, അല്ലെ? ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല, ഉള്ളതിനേക്കാൾ കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ള പോലെ ഫീൽ ചെയ്യില്ലേ? ഇതാ എങ്ങാനും നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എൻ പി വിന്റെ മുകളിൽ ഇമ്പാക്ട് നെഗറ്റീവ് അല്ലേ? ഈ 4 ലാഖും കൂടി ആ എൻ പി വി കുറയേണ്ടതല്ലേ, അല്ലെ? അപ്പം ഈ 4 ലാഖ് ഇപ്പം കുറഞ്ഞിട്ടില്ല. കാരണം ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ നെഗറ്റീവ് 4 ലാഖിന് ഇമ്പാക്ട് വരുന്നത്. ഓക്കെ, സോ ഈ 4 ലാഖ് കുറയാത്തത് കൊണ്ട് ഇപ്പോ ഉള്ളതിനേക്കാൾ കൂടുതൽ കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ള പോലെ ഫീൽ ചെയ്യും. ഈ 4 ലാഖ് കുറയേണ്ടത് ആക്ച്വലി കുറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഇപ്പം ഓവർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇതിലാണുള്ളത്, ഓവർ റേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെ? ഉള്ളതിനേക്കാൾ ആക്ച്വലി ഉണ്ടാവേണ്ടതിനേക്കാൾ കൂടുതലുള്ള ഫീലിലാണ് എന്തുള്ളത്, നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ളത്. നമ്മൾ ഈ ഒമിറ്റ് ചെയ്ത, അതായത് നമ്മൾ വിട്ടുപോയ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് നെഗറ്റീവ് ആണ്. കാരണം നമ്മൾ അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്ക് വെറും 6 ലാക്കേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയിലേക്ക് ആ 10 ലാക്ക് മൊത്തം വരുന്നുണ്ട്. സോ ഈ 10 ലക്ഷം ഈ 10 ലക്ഷം നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയിലേക്കും അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്കും നമ്മൾ ആഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെ, ഈ 4 ലാക്ക് നെഗറ്റീവ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്റ്റും കൂടി കുറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറയേണ്ടതായിരുന്നു, അല്ലെ? പക്ഷെ കുറഞ്ഞിട്ടില്ല, നമ്മൾ വിട്ടുപോയി. സോ ഈ കുറയേണ്ട 4 ലാക്ക് കുറഞ്ഞിട്ടില്ല. അപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ ആണ് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും നമ്മളെ നെറ്റ് പ്രസന്റ് വാല്യൂ. പക്ഷെ ഇവിടെ പറഞ്ഞത് അണ്ടർ സ്റ്റേറ്റഡ് എന്നാണ്, അതായത് ഉള്ളതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോ ഉണ്ടാവേണ്ടതിനേക്കാൾ 4 ലാക്ക് കൂടിയിട്ടാണുള്ളത്. ഓക്കെ, നമ്മളെ എപ്പം ആ മിസ്റ്റേക്ക് തിരിച്ച് ആഡ് ചെയ്യണോ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ഇതാ നമ്മൾ ഈ നെഗറ്റീവ് 4 ലാക്കിന്റെ ഇമ്പാക്ട് ഇപ്പൊ അതിൽ വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ആ നെഗറ്റീവ് ഇമ്പാക്ട് വരാത്തത് കൊണ്ട് നമ്മൾ എൻ പി കാൽക്കുലേറ്റ് ചെയ്തത് ഇതാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലും ആ 10 ലക്ഷം ഇല്ല, അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ ആ 6 ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഒരു 10 ലക്ഷം നെറ്റ് പ്രസന്റ് വാല്യൂ ആണ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ ആക്ച്വലി നമ്മൾ ആ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിലെ എഫക്റ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 6 ലാക്ക് അല്ലേ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ ഉണ്ടാവേണ്ടതായിട്ടുള്ളൂ. കാരണം ഈ 4 ലാക്ക് കുറയൂലേ, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ എൻ പി കുറയല്ലേ ചെയ്യാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം ഈ 10 ലാക്കില് നമ്മളെ എന്ത് വന്നിട്ടില്ല, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ടില്ല. സോ ആക്ച്വലി ഉണ്ടാവേണ്ടതിനേക്കാൾ 6 ലാക്ക് ആണ് ഉണ്ടാവേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് നെഗറ്റീവ് ഇമ്പാക്ട് അതിൽ വന്നിരുന്നെങ്കിൽ ആക്ച്വലി 6 ലാക്ക് ആയിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ ഈ രണ്ടും വിട്ടുപോയതുകൊണ്ട് ഇപ്പൊ ആക്ച്വലി 10 ലാക്കിലാണ് കിടക്കുന്നത്. അതായത് 6 ലാക്കിന് പകരം ഇപ്പോൾ 10 ലാക്കിലാണ് കിടക്കുന്നത്. അതായത് ഓവർ സ്റ്റേറ്റ് ആയിട്ടുള്ള പുള്ളി, അല്ലെ? ആക്ച്വലി ഉണ്ടാവേണ്ടതിനേക്കാൾ ഹയസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എപ്പോ നമ്മൾ ആ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്ക് 6 ലാക്കും അതുപോലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് 10 ലാക്കും കൊണ്ടുവരുന്നു, അപ്പം എന്തായിക്കോളും, കുറഞ്ഞോളും. സോ ആക്ച്വലി കുറയാണ് ചെയ്യുന്നത്. സോ ഇപ്പോ ആക്ച്വലി ഉണ്ടാവേണ്ടതിനേക്കാൾ 4 ലക്ഷം കൂടിയിട്ടാണുള്ളത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആയിട്ടാണ് നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞത് അണ്ടർ സ്റ്റേറ്റഡ് എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റി, അല്ലെ? ഇനി ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ പ്രൊജക്ടിന്റെ ഫൈനൽ ഇയറിലെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയില് നമ്മൾ ഒരു ആ നെറ്റ്വർക്ക് ക്യാപിറ്റൽ റിലീസിന്റെ എമൗണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ആ എമൗണ്ട് വന്നിട്ടില്ല ആക്ച്വലി. സോ നമ്മളെ ആക്ച്വലി ഉണ്ടാവേണ്ടതിനേക്കാൾ കുറഞ്ഞിട്ടാണ് ഈ അവസ്ഥയിൽ നമ്മളെ ഫൈനൽ ഇയറിലെ ക്യാഷ് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് അണ്ടർ സ്റ്റേറ്റഡ് ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആയിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാധന മീറോ?
ക്ലിയർ ആണോ? കേട്ടില്ല. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. Question number 30. What total cost figure should QLP Corporation use in capital investment analysis of the new plan? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഓപ്ഷൻ A. എല്ലാവർക്കും ആയിട്ട് നോക്കാം. QLP Corporation is planning to build a new plan but wishes to complete a capital investment analysis before deciding to proceed with the construction. അവര് ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വിഷസ് ടു കംപ്ലീറ്റ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവർ അത് വേണോ വേണ്ടോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പോവാണ്. ദ ഫോളോയിങ് കോസ്റ്റ് ഡാറ്റ ഹാസ് ബീൻ കളക്ടഡ്. ഇത് മുതലാണ് നമുക്ക് വേണ്ടത്. ദ ലാൻഡ് ഓൺ വിച്ച് ദ പ്ലാൻ വിൽ ബി ബിൽഡ് വാസ് പർച്ചേസ്ഡ് 8 years ago. അവർ കൺസ്ട്രക്ഷൻ നടത്താൻ വിചാരിക്കുന്ന ആ ഒരു ലാൻഡ്, ഏത് ലാൻഡിന്റെ മുകളിലാണോ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അത് 8 വർഷം മുന്നേ 8,35,000 വാങ്ങിയതായിരുന്നു. But a recent appraisal indicate that the current value of the land is 2.2 million. അതായത് 22 ലക്ഷമാണ് ഇപ്പൊ അതിന്റെ വാല്യൂ. 8 ലക്ഷം മുന്നേ 8,35,000 ആണ് വാങ്ങിയത്. ഈ കോസ്റ്റ് എന്ത് കോസ്റ്റാ? 8,35,000 ഹങ്ക് കോസ്റ്റ് അല്ലെ. 8 വർഷം മുന്നേ വാങ്ങിയത് 8 lakh സംതിങ് കൊടുത്ത്. പക്ഷേ അത് ഇന്ന് വിറ്റാൽ 2.2 million കിട്ടും. ഇന്ന് ആ കൺസ്ട്രക്ഷൻ ചെയ്യാണ്ട് അവര് പുറത്ത് ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 22 ലക്ഷം കിട്ടേണ്ടതായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അവർ അതിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ അവർ സാക്രിഫൈസ് ചെയ്തത് ഈ 2.2 million അല്ലേ. സോ ആ ലാൻഡിന്റെ കോസ്റ്റ് ആയിട്ട് 8 lakh സംതിങ് അല്ല, 2.2 million ആണ് അവർ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. ഇനി ദ പ്ലാന്റ് വിൽ കോസ്റ്റ് 8.4 million ടു കൺസിഡർ. ആ ലാൻഡിന്റെ മുകളിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരു 84 ലക്ഷം, 8.4 million വേറെ ചിലവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 2.2 million നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എടുക്കണം. അതുപോലെ തന്നെ 8.4 കിട്ടണം. ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. QLP ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ഈ കമ്പനി QLP പേയുടെ കൺസൾട്ടിംഗ് കമ്പനി, വേറൊരു കൺസൾട്ടിംഗ് കമ്പനി ഒരു 8 ലക്ഷം കൊടുത്തായിരുന്നു. അത് എന്തിനാ കൊടുത്തത്? ഫോർ ആൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി ഓഫ് ദി ന്യൂ പ്ലാൻ. ഈ സ്ഥലത്ത് അവരൊരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അവരുടെ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനത്തെ ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഏതോ ഒരു കൺസൾട്ടിംഗ് കമ്പനിക്ക് കഴിഞ്ഞ വർഷം അവർ 8 ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണോ? വേണ്ട, അതും ഒരു സങ്ക് കോസ്റ്റ് ആണ് അല്ലെ. കഴിഞ്ഞ വർഷം ഈ സ്റ്റഡി നടത്താൻ വേണ്ടി കൊടുത്തതാ. ഇന്ന് അവര് ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താലും, അതായത് ആ ലാൻഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താലും, കൺസ്ട്രക്ഷൻ നടത്തിയാലും കൺസ്ട്രക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലും ഈ 8 ലക്ഷത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല. ഓക്കെ, അത് പാസ്റ്റിൽ സംഭവിച്ചാണ്, സങ്ക് കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പം ഈ ലാൻഡിന് നമ്മൾ ചെലവാക്കിയിട്ടുള്ള ലാൻഡിന് നമ്മൾ സാക്രിഫൈസ് ചെയ്ത 2.2 million, കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയുള്ള 8.4 million, അതായത് 10.6 million ആണ് അവരുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഓപ്ഷൻ ബിയോ? ഓപ്ഷൻ സി ഉണ്ട്. എല്ലാവരും ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ സി എന്ന് പറഞ്ഞാല് ഫോർത്ത് അല്ലെ. ഫോർത്തിൽ എസ് നോക്കാൻ പോകും. In capital investment analysis, which one of the following alternatives best reflect the items to be incorporated in the initial net cash investment? അല്ലെ, ഇനീഷ്യൽ നെറ്റ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് ഐറ്റം നോക്കാം നമുക്ക്. ഇതാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഷിപ്പിംഗ് കോസ്റ്റ് അല്ലെ, പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ്, അത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എടുക്കണം. ഇനി ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യണം. നെറ്റ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ഇൻ എ റീപ്ലേസ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ, നമ്മൾ റീപ്ലേസ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ പഴയത് വിറ്റാൽ കിട്ടുന്ന നെറ്റ് സെയിൽസ് പ്രൊസീഡിലെ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇമ്പാക്ട് ഓഫ് സ്പോണ്ടേനിയസ് ചേഞ്ചസ് കറന്റ് ലയബിലിറ്റീസ്, കറന്റ് ലയബിലിറ്റീസിൽ വരുന്ന ചേഞ്ചസ് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ച് പോലെ തന്നെയാണല്ലേ. സോ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഈ 4 യെസ് ആണ് അല്ലെ, ഇത് 4 കൺസിഡർ ചെയ്യണം. സോ ഈ 4 യെസ് വരുന്നത് ഫോർത്ത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കാരണം. ക്ലിയർ അല്ലേ? ക്ലിയർ. Question number 5th. The required net initial investment for the new project. നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീപ്ലേസ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. എത്ര ആൻസർ കിട്ടി? ഡി.
ഡി അല്ലെ 5,44,000 എല്ലാവർക്കും തന്നെ കിട്ടി. അല്ല സാർ, എനിക്ക് 5,22,000 ഇതിലൊരു കിട്ടി. 5,22 അല്ല 5,44 ആണ്. നമുക്ക് നോക്കാം. ദ റിക്വയർഡ് നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദി ന്യൂ പ്രോജക്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫേം ഈസ് കൺസിഡറിംഗ് എ ക്യാപിറ്റൽ പ്രോജക്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ദി പ്രോജക്ട് പ്ലാൻ an existing piece of equipment with a historical cost of 4 lakh. അക്കോർഡിംഗ് ടു ദ പ്രോജക്ട് പ്ലാൻ, ഈ പ്രോജക്ട് നടത്താൻ വേണ്ടിയിട്ട് an existing piece of equipment, പഴയ അസറ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്, വിത്ത് എ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് 4 lakh, പണ്ട് 4 lakhന് വാങ്ങിച്ചതായിരുന്നു. ആൻഡ് എ കറന്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 10,000 വിൽ ബി ഡിസ്പോസ്ഡ്. അതായത് ഈ പ്രോജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പഴയ അസറ്റ് അവർക്ക് 10,000-ന് വിൽക്കാൻ പറ്റും. അത് പണ്ട് വാങ്ങിച്ചത് 4 lakhനായിരുന്നു. ഓക്കെ, ഓൾഡ് എക്യുപ്മെന്റ് ഹാസ് ബീൻ ഡിപ്രിസിയേറ്റഡ്. ഓൾഡ് അസറ്റ് ഡിപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര? ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ബേസിസ് വിത്ത് നോ സാൽവേജ് വാല്യൂ ഫോർ 18 ഓഫ് ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് 20-year യൂസ്ഫുൾ ലൈഫ്. ടോട്ടൽ 20-year ലൈഫിലെ 18 ഇയേഴ്സിന്റെ ഡിപ്രിസിയേഷൻ അവർ ചെയ്ത് കഴിഞ്ഞു. ഡിപ്രിസിയേഷൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ ഡിപ്രിസിയേഷൻ ആണ് ഇനി ബാക്കി ഉണ്ടാവുക. ഓക്കെ, 10,000-ന് വിൽക്കുമോ ടാക്സ് കൊടുക്കണോ വേണ്ടേ നോക്കാം. ഈ 2 വർഷത്തെ റിമൈൻ ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള ബുക്ക് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദ ന്യൂ എക്യുപ്മെന്റ് ആസ് എ കോസ്റ്റ് ഓഫ് 5 lakh. പുതിയ അസറ്റിന് വേണ്ടി അവർ ചെലവാക്കുന്നത് 5 lakh ആണ് അല്ലെ. ആൻഡ് ദ ഫേം എക്സ്പെക്ട് ഇറ്റ് വിൽ ഹാവ് ടു ഇൻവെസ്റ്റ് 20,000 ഇൻ ഇൻവെന്ററി ആൻഡ് 24,000 ഇൻ അക്കൗണ്ട് റിസീവബിൾ. ഇത് അക്കൗണ്ട്സ് പേബിൾ ആക്കിയിട്ട് എടുത്തോ സുബിത? ഇത് രണ്ടും കറന്റ് അസറ്റ് ഇല്ല സാർ, എന്നാണെന്നുള്ള എനിക്ക് രീതിയിൽ എനിക്ക് 540 ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ന്യൂ അസറ്റ് 544 കിട്ടി. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ന്യൂ സെയിൽസ് പ്രൊസീഡ്സ് ഒക്കെ മൈനസ് ചെയ്തിട്ടല്ലേ, പഴയ അസറ്റിന്റെ അത് മൈനസ് ചെയ്തപ്പോഴാണ് എനിക്ക് 522 കിട്ടിയത്. അപ്പൊ കയ്യിൽ നിന്ന് പോണത് ആകെ 522 അല്ലേ പോവുള്ളൂ. പക്ഷെ സാർ അവിടെ പറഞ്ഞില്ലേ ക്വസ്റ്റ്യന്റെ ന്യൂ പ്രൊജക്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ന്യൂ പ്രോജക്റ്റ് കൊടുക്കുമ്പോ പഴയതിന്റെ ഇതൊക്കെ കണക്കിലെടുക്കില്ലേ? 5,44,000 5,22,000 ഇതിൽ ഏതാ ശരിയെന്ന് ഞാൻ ചെയ്ത് നോക്കിയാലേ കിട്ടണം. അപ്പൊ ഓപ്ഷൻ എ സുബിത പറഞ്ഞു, നിങ്ങൾ രണ്ടാളും പറഞ്ഞു ഓപ്ഷൻ ഡി അല്ലെ. നമുക്ക് നോക്കാം ഏതാ ശരിയെന്ന് ചെയ്താലേ മനസ്സിലാവണം. ഇതാ ഇവിടെ പറഞ്ഞത് ദ ന്യൂ എക്യുപ്മെന്റ് ആസ് എ കോസ്റ്റ് ഓഫ് 5 lakh ആൻഡ് ദ ഫേം എക്സ്പെക്ട് ഇറ്റ് വിൽ ഹാവ് ടു ഇൻവെസ്റ്റ് 20,000 ഇൻ ഇൻവെന്ററി ആൻഡ് 24,000 ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ ഇൻ ദ ന്യൂ പ്രോജക്ട്. ദ ഫേം ടാക്സ് റേറ്റ് 40%. ദ റിക്വയർഡ് നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ന്യൂ പ്രോജക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ആരാധന ശ്രദ്ധിക്കേണ്ടത് ദ റിക്വയർഡ് നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നെറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ ലെസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ദി ന്യൂ പ്രോജക്റ്റിലേക്ക് നെറ്റ് ആയിട്ട് എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്, അതായത് ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ പുതിയ അസറ്റിന് വേണ്ടത് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല. പഴയ അസറ്റ് വിറ്റാൽ എന്തൊക്കെ കിട്ടും അതും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻക്രിമെന്റ് ലീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഞാനിതാ പർച്ചേസ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് എന്ന് പറഞ്ഞാൽ 5 lakh ആണ് അല്ലെ. ഇവിടെ ഇതാ പർച്ചേസ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് 5 lakh ആണ്. പുതിയ അസറ്റിന് വേണ്ടി 5 lakh സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ അസറ്റിന് വേണ്ടി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റല് 20,000 ഇൻവെന്ററിയിലും സ്പെൻഡ് ചെയ്യണം, 24,000 അക്കൗണ്ട് റിസീവബിൾ സ്പെൻഡ് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ 20,000 24,000 44,000 ആണ് എന്തിന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ന്യൂ അസറ്റ് എന്ന് പറഞ്ഞാൽ 5,54,000 ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ദ റിക്വയർഡ് നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് ആയിട്ടുള്ള, അതായത് ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ന്യൂ അസറ്റിൽ നിന്നും നമ്മുടെ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് അഥവാ പഴയ അസറ്റ് വിറ്റാൽ എന്തൊക്കെ കിട്ടും അത് നമ്മൾ ലെസ് ചെയ്തിട്ടുള്ള നെറ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പഴയ അസറ്റ് നമുക്ക് ഇതാ ആൻഡ് എ കറന്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 10,000 എന്നോട് കൊടുത്തിട്ടുണ്ട്. പഴയ അസറ്റ് വിറ്റാൽ നമുക്ക് കിട്ടാൻ നമ്മുടെ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10,000. ഓക്കെ, ഇനി ഈ 10,000-ന് വിൽക്കുമ്പോൾ ടാക്സ് സേവിങ്സ് ആണോ ടാക്സ് എക്സ്പെൻസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ കറന്റ് മാർക്കറ്റ് വാല്യൂ ആയിട്ട് 10,000-നെ ഞാൻ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. ഇനി ബുക്ക് വാല്യൂ എത്ര? റിമൈനിങ് ഡിപ്രിസിയേഷൻ ആണ് ബുക്ക് വാല്യൂ. നമ്മൾ ബുക്ക് വാല്യൂ അല്ലെ. 20 ഇയേഴ്സിലേക്കാണ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്. 4 lakhന് വാങ്ങിയ അസറ്റ് 20 ഇയേഴ്സിലേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 4 lakh ഡിവൈഡഡ് ബൈ 20 എന്ന് ചെയ്താൽ ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 20,000 ആണ്. ഇൻറ്റു റിമൈനിങ് ലൈഫ് 2 ഇയേഴ്സ് ആണ്, 40,000 ആണ്. അത് 2 വർഷം കൂടി ബാക്കിയുള്ള സമയത്ത് അതിന്റെ ബുക്ക് വാല്യൂ അല്ലെ
40,000 ബുക്ക് വാല്യൂ ഉള്ള സാധനമാണ് 10,000-ന് വിറ്റത്. അങ്ങനെയാണെങ്കിൽ 30,000 ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ള ലോസ്. സോ ടാക്സ് 40%. അങ്ങനെയാണെങ്കിൽ 12,000, 40% നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. 12,000 നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. ടാക്സ് സേവിങ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പഴയ അസറ്റ് വിറ്റാൽ 10,000 കിട്ടും. അത് മാത്രമല്ല അതിന്റെ കൂടെ ടാക്സ് സേവിങ്സ് ആയിട്ട് ഒരു 12,000 കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ പഴയ അസറ്റ് കിട്ടുമ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടുന്ന നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാല് 10,000 പ്ലസ് 12,000 22,000 ആണ്. 22,000. സോറി, ഞാൻ ഓപ്ഷൻ എ തെറ്റാന്ന് വിചാരിച്ചു, പക്ഷെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സോ പുതിയ അസറ്റിന് വേണ്ടി 5,44,000 സ്പെൻഡ് ചെയ്യണം. പഴയ അസറ്റ് വിറ്റാൽ കിട്ടാൻ പോകുന്ന നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് 22,000. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻക്രിമെന്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5,22,000 ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ. ഓക്കെ, ആൻസർ മിസ്സായിട്ടുണ്ടെങ്കിൽ നോട്ടിലേക്ക് എഴുതി വെച്ചു. ആരാധന ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കുറെ സമയം എടുത്തോ ഈ 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്? കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ഇങ്ങനെ തന്നെ. കുറെ സമയം എടുത്തു സർ. കുഴപ്പമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എസ് എ ക്വസ്റ്റ്യൻസിന്റെ വലിപ്പമുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ ചോദിച്ചത് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഫസ്റ്റ് ഇയർ ഓഫ് ദി പ്രോജക്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലെ അല്ല, ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഫസ്റ്റ് ഇയർ ഓഫ് ദി പ്രോജക്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് ഇയറിലെ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ, അതായത് ഇയർ 1 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എത്ര ആൻസർ കിട്ടി? 67,000. എത്ര 67,000. 67,000 ഓപ്ഷൻ സി. ഓപ്ഷൻ സി. നമുക്ക് നോക്കാം. സ്കൈടോപ്പ് ഇൻഡസ്ട്രീസ് ഈസ് അനലൈസിങ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിലുള്ള ക്യാഷ് ഫ്ലോ ആണ് നമുക്ക് വേണ്ടത്. മൈൻഡിൽ വന്നാൽ ആ എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് EBDT into 1 minus taxes പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സിൽ ചെയ്താൽ മതി. ഓക്കെ, ഇൻ കേസ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കൂടെ അടിച്ച് ചെയ്യും. സോ Skytop Industries analyzing a capital investment project using discounted cash flow analysis. Okay, the new equipment will cost 2,50,000. Okay, installation and transportation cost aggregating 25,000 will be capitalized. Capitalized പറഞ്ഞാൽ ഈ 25,000 അവര് ആ അസറ്റിന്റെ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്, അഥവാ ആ അസറ്റിന്റെ കോസ്റ്റ് ആക്കി കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്ലസ് എനി അതർ കോസ്റ്റ് അല്ലെ. സോ ഈ 2,50,000-ഉം 25,000-ഉം ആഡ് ചെയ്താൽ 2,75,000 ആണ് നമ്മുടെ ഡിപ്രിസിയബിൾ ബേസ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് അസറ്റ്. ഈ 2,75,000-നെയാണ് നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അപ്രോപ്രിയേറ്റ് 5-year ഡിപ്രിസിയേഷൻ ഷെഡ്യൂൾ. ഇവിടെ MACRs ആണ്, പെർസെന്റേജ് മെത്തേഡ് ആണ്. ഞാൻ പറയുന്നു, ഇങ്ങനെ MACRs ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പെർസെന്റേജ് തരും, അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആവശ്യമില്ല. ഇയർ 1-ൽ 20% ഡിപ്രിസിയേറ്റ് ചെയ്യണം, ഇയർ 2-ൽ 32, അങ്ങനെ 5 വർഷത്തിലെ ഡിപ്രിസിയേഷൻ പെർസെന്റേജുകൾ കൊടുത്തിട്ടുണ്ട്. വിൽ ബി എംപ്ലോയ്ഡ് വിത്ത് നോ ടെർമിനൽ വാല്യൂ ഫാക്ടർ ഇൻ കമ്പ്യൂട്ടേഷൻ. സാലറി വാല്യൂ കുറയ്ക്കാൻ പറ്റില്ലാണ് അവിടെ ഉദ്ദേശം. ആൻഡ് എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ് വിൽ ബി സോൾഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ ഓഫ് ദി ന്യൂ എക്യുപ്മെന്റ്. The existing equipment has tax base of 1 lakh, estimated market value of 80,000. ഈ ക്വസ്റ്റ്യനിൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് പഴയ അസറ്റ് വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി Skytop estimate that the new equipment's capacity will generate. Skytop estimate that the new equipment's capacity will generate additional receivables and inventory of 30,000 while payable will increase by. അല്ലെ, പുതിയ അസറ്റിലേക്ക് വേണ്ടിയുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റലാണ് അവർ ഉദ്ദേശിച്ചത് അല്ലെ. അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ 50 ഇയറിലെ ക്യാഷ് ഫ്ലോ ചോദിച്ചാൽ അത് റിലീസ് ചെയ്യുമ്പോൾ അതും എടുക്കണം. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇയർ 1-ലെ ക്യാഷ് ഫ്ലോ ആണ്, അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പ്രൊഫസർ ലെഫ്റ്റ് ആയോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? എനിക്കും സാർ അറിയില്ല. ഓക്കെ, സോ ഇനി
ആനുവൽ ഇൻക്രിമെന്റൽ പ്രീ ടാക്സ് ക്യാഷ് ഇൻഫ്ലോസ് ആർ എസ്റ്റിമേറ്റഡ് ഓഫ് 75,000. ഈ 75,000 എന്താണ് ആരാധന? പ്രീ ടാക്സ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാല് EBDT. EBDT ആണ് അല്ലെ? പ്രീ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ EBDT ആണ് 75,000 കൊടുത്തത്. സോ EBDT × 1 - ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് 75,000 - 40%, 75,000 - 40%, അല്ലെങ്കിൽ 75,000ന്റെ 60% ചെയ്താൽ 45,000 ആണ് നമ്മൾ EBDT × 1 - ടാക്സ് റേറ്റ് കിട്ടുക. അതിലേക്ക് ഞാൻ ഡിപ്രിസിയേഷൻ ടാക്സിനും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡിപ്രിസിയേഷൻ ടാക്സിൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ല അല്ലെ? 2,75,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 20% ചെയ്താൽ ഇയർ 1 ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടും. 2,75,000 20% ചെയ്താൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടും. അത് ഇൻറ്റു നമ്മളെ ടാക്സ് പെർസെന്റേജ് ആയിട്ടുള്ള 40% ചെയ്താലാണ് ഇയർ 1 ഡിപ്രിസിയേഷൻ ആക്ച്വലി കിട്ടുക അല്ലെ? 2,75,000 ഇൻറ്റു 20% ചെയ്താൽ 55,000 ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. ഇൻറ്റു 40% ചെയ്താൽ 22,000 ആണ് ഇയർ 1 കിട്ടാൻ പോണ ഡിപ്രിസിയേഷൻ ടാക്സ്. അങ്ങനെയാണെങ്കിൽ ഇയർ 1 കിട്ടാൻ പോണ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാല് 67,000 അല്ലെ? 67,000. ഓപ്ഷൻ സി. ആ സെയിം റിക്വയർമെന്റ് ആണ് ചോദിച്ച ക്യാഷ് ഫ്ലോ ഡിഫറെന്റ് ആണ്. അസ്യൂമിങ് ദ മെഷീൻ ഈസ് സോൾഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇയർ 5 ഫോർ 30,000. നമ്മൾ ഈ 2,70,000 വാങ്ങിയ അസറ്റ് 5 വർഷം കഴിഞ്ഞിട്ട് ഡിപ്രിസിയേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30,000 വിൽക്കുകയാണെങ്കിൽ ദി ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ഫോർ ഇയർ 5 ഓഫ് ദി പ്രോജക്ട് വുഡ് എമൗണ്ട്. അതായത് ഈ അസറ്റിന്റെ ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ? ടെർമിനൽ ക്യാഷ് ഫ്ലോ. ഒന്ന് മെസ്സേജ് എന്താ അയച്ചു നോക്കി. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ബി ആണ് ആൻസർ. മുബഷിറൊക്കെ വല്ല മെസ്സേജ്. സോ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ ഫസ്റ്റ് വേണ്ടത് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആണ്. ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കഴിഞ്ഞ ക്വസ്റ്റനിൽ ചെയ്ത് അതന്നെ എടുത്താൽ പോരാ ആരാധന? 67,000 തന്നെ എടുത്താൽ പോരാ? എന്തുകൊണ്ട് പറ്റില്ല? കഴിഞ്ഞ ക്വസ്റ്റനിൽ നമ്മളായിട്ട് ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ കഴിഞ്ഞ സെയിം ക്വസ്റ്റ്യന്റെ ടെർമിനൽ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ 67,000. അതന്നെ എടുത്താൽ മതിയോ? അല്ല, പറ്റൂല. അതിന്റെ റീസൺ എന്താ? ഇന്ററിം ക്യാഷ് ഫ്ലോ വന്നത് എനിക്ക് 60,950. അതിന്റെ റീസൺ എന്താ? എന്തുകൊണ്ട് ഈ 67,000? നമ്മൾ നോർമലി തന്നെ എടുക്കാറ്. ഇതാ ഇവിടേക്ക് നോക്കിയാൽ മതി. ഇതാ ഇവിടേക്ക് നോക്കിക്കോ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇയർ 1 ക്യാഷ് ഫ്ലോ, ആ ഇയർ 1 ക്യാഷ് ഫ്ലോ തന്നെയാണോ ഇയർ 5 കിട്ടാൻ പോണത്? അല്ല, അതിന്റെ റീസൺ ഞാൻ ചോദിച്ചത്. ഡിപ്രിസിയേഷൻ ടാക്സിൽ ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഈ 45,000. 5% കിട്ടുക അതെ ചെയ്ത് അതെ മറ്റേത് 20%. അതെ 45,000 ഇയർ 5 കിട്ടും. പക്ഷെ ഇയർ 5 കിട്ടാൻ പോണ ഡിപ്രിസിയേഷൻ ടാക്സിൽ ഡിഫറെന്റ് ആയിരിക്കും. സോ ഈ 67,000 നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയർ 5 ക്യാഷ് ഫ്ലോസിലേക്ക് ആദ്യം EBDT × 1 - ടാക്സ് റേറ്റ് ഞാൻ ചെയ്യാണ്. EBDT × 1 - ടാക്സ് റേറ്റ് 45,000 തന്നെ വരുന്നുണ്ട്. ഇനി ഇയർ 5 എത്ര ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടുമെന്ന് ഞാൻ നോക്കാണ്. അതിനുവേണ്ടി മുബഷിർ എന്ത് പറഞ്ഞു? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ഒന്നും പറഞ്ഞില്ല സാർ, മെസ്സേജ് കണ്ടിട്ടില്ല. ഞാനൊരു മിസ് കോൾ കൊടുത്തു, പക്ഷെ അത് കണ്ടിട്ടില്ല. ഓക്കെ. സോ 2,75,000 ആണ് നമ്മളെ കോസ്റ്റ് ഓഫ് അസറ്റ്. അതിന്റെ 14.5% നമ്മൾ ഇയർ 5 ഡിപ്രിസിയേറ്റ് ചെയ്യേണ്ടതുള്ളൂ. സോ 2,75,000 ഇൻറ്റു 14.5% ചെയ്താൽ 39,000 സംതിങ് ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. അത് ഇൻറ്റു 40% ചെയ്താൽ 15,950 ആണ് നമ്മുടെ ഇയർ 5 കിട്ടാൻ പോണ ഡിപ്രിസിയേഷൻ ആക്ച്വലി. സോ ഇത് രണ്ടും കൂട്ടിയാലാണ് ഇയർ 5 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടുക അല്ലെ? ഇനി ഈ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് നമുക്ക് സാൽവേജ് വാല്യൂ ആഡ് ചെയ്യണം അല്ലെ? ഇതാ ഇയർ 5 ആ പ്രൊജക്ട് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇയർ 5
assuming that the machine is sold at the end of year 5 is 30,000. ഇയർ 5 ആ അസറ്റ് 30,000 ആണ് വിൽക്കണമെങ്കിൽ അത് നമുക്ക് ഇൻഫ്ലോ ആണ് അല്ലെ. നമ്മുടെ സാൽവേജ് വാല്യൂ ഞാൻ ആഡ് ചെയ്തു 30,000. ഇനി നമ്മള് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കൈ ടോപ്പ് എസ്റ്റിമേറ്റ് ദാറ്റ് ന്യൂ എക്യുപ്മെന്റ് കപ്പാസിറ്റി വിൽ ജനറേറ്റ് അഡീഷണൽ റിസീവബിൾസ് ആൻഡ് ഇൻവെന്ററി ഓഫ് 30,000. ഈ 30,000 ആണ് നമ്മൾ കറന്റ് അസറ്റ്. അതുപോലെ തന്നെ 15,000 അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട്. പേയബിൾസ് വിൽ ഇൻക്രീസ് ബൈ 15,000 എന്നാണ് പറഞ്ഞത്. അതായത് 15,000 കറന്റ് ലാഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 15,000 അല്ലെ. അത് നമുക്ക് ഇയർ 5 റിലീസ് ചെയ്തൂടെ. റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റും 15,000. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ 30,000 ഈ പഴയ അസറ്റ് വിറ്റാൽ നമുക്ക് ടാക്സ് എക്സ്പെൻസ് ആണോ ടാക്സ് സേവിങ്സ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ സാലവേജ് വാല്യൂ 30K ആണ്. ഓക്കെ, നമ്മൾ 5 വർഷം ഡിപ്രിസിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് വിൽക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഗെയിൻ ആയിരിക്കും. കാരണം ബുക്ക് വാല്യൂ ഒന്നും ഇല്ല. നമ്മൾ കംപ്ലീറ്റ് 5 വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ ചെയ്ത് കഴിയും. ഓക്കെ, സോ 30,000 കംപ്ലീറ്റ് ഗെയിൻ ആണെങ്കിൽ നമ്മുടെ ടാക്സ് പെർസെന്റേജ് 40 ആണ്. 12,000 ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 12,000 ആണ്. ഓക്കെ, ആ 12,000 ടാക്സ് എക്സ്പെൻസ് ആണ്. എനിക്ക് ഔട്ട്ഫ്ലോ ടാക്സ് എക്സ്പെൻസ് 12,000 അല്ലെ. ഇത് മൊത്തം ചെയ്താൽ 45,000 EBDT into 1 minus ടാക്സ് റേറ്റ്. അതിലേക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ 15,950 ഞാൻ ആഡ് ചെയ്തു. സാലറി വാല്യൂ 30,000 വീണ്ടും ആഡ് ചെയ്തു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും 15,000 ആഡ് ചെയ്തു. അതിൽ നിന്ന് ഒരു 12,000 ടാക്സ് പേ ചെയ്താൽ 19,950 ആണ് നമ്മളെ ടെർമിനൽ ക്യാഷ് ഫ്ലോ. ക്ലിയർ അല്ലേ? 93,000. മുബക്ഷിത മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. എന്തോ കുട്ടിക്ക് എന്തോ ഇഞ്ചുറി പറ്റി, അത് കാരണം പറയാൻ പറഞ്ഞു. കേറുമില്ലെന്ന് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. കിട്ടില്ല? ആരാണ് കിട്ടിയത്? എനിക്ക് കിട്ടിയില്ല സർ. 1,50,000, 1,14,000. 90,000 ആണോ അറിയില്ല. അങ്ങനെ കിട്ടി? അത് എനിക്ക് കിട്ടിയില്ല കൊറേ സർ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കിട്ടി. ആദ്യം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കണ്ടുപിടിച്ചു. 4,50,000 ഡിവൈഡഡ് ബൈ 90,000. അത് കഴിഞ്ഞിട്ട് എന്താ, ഒരു മിനിറ്റ് നോക്കിക്കോ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കിട്ടിയില്ല സർ. നോക്കാം. പേ ബാക്ക് പീരീഡ് 3 തന്നിട്ടുണ്ട്. 4,50,000 ഡിവൈഡഡ് ബൈ 3 ചെയ്തു. 1,50,000 1,50,000 ആണ് എന്ത് അവർക്ക് കിട്ടേണ്ടത് അല്ലെ? കിട്ടേണ്ടത്. പിന്നെ നമുക്ക് തരാത്തത് EBDT ഞാൻ എക്സ് ആക്കി എടുത്തു. അല്ല, അത് വെറുതെ EBDT അങ്ങനെ എഴുതി. 0.6 into EBDT പ്ലസ് 36,000 ഈക്വൽ ടു 1,50,000. നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്തപ്പോ 1,90,000 അല്ലേ? അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഈ ക്വസ്റ്റ്യന് ഫസ്റ്റ് ടൈമിൽ ശരിയാക്കൽ കുറവാണ്. നല്ല കാര്യം. ഓക്കെ, ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാം. To meet the company's payback goal, the Jasper company has a payback code of 3 years. ഓക്കെ, നോർമലി ചില ആൾക്കാർക്ക് ഈ ഓപ്ഷൻ കിട്ടാറുണ്ട് 1,14,000. ഓക്കെ, നമുക്ക് നോക്കാം. ജാസ്പർ കമ്പനി ആസ് എ പേ ബാക്ക് ഗോൾ ഓഫ് 3 years ഓൺ ന്യൂ എക്യുപ്മെന്റ് അക്വിസിഷൻ. ഓക്കെ, അവരുടെ പേ ബാക്ക് ഗോൾ എന്ന് പറഞ്ഞാൽ 3 years കൊണ്ട് അവർ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടണം. ഓക്കെ, 3 വർഷം കൊണ്ട് അവർക്ക് ഇറക്കിയ പൈസ തിരിച്ചു കിട്ടണം. അതാണ് അവരുടെ ഗോള്. A new sorter is being evaluated that costs 4,50,000 and has a 5-year life. 5 years ലൈഫ് ഉണ്ടായിരുന്നു. ഓക്കെ, 5 yearsലേക്കാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നത്. പക്ഷെ അവരിറക്കണം 4,50,000 3 വർഷം കൊണ്ട് തിരിച്ചു കിട്ടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ വിൽ യൂസ്ഡ്. ഈ 4,00,000 5 വർഷത്തേക്കാണ് അവർ ഡിപ്രീസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജാസ്പർ ഈ സബ്ജക്ട് ടു 40% ഇൻകം ടാക്സ് റേറ്റ്. 40% അവരുടെ ഇൻകം ടാക്സ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ റിക്വയർമെന്റ് എന്താ വെച്ചാൽ ടു മീറ്റ് ദി കമ്പനീസ് പേ ബാക്ക് ഗോൾ, അവർ ഉദ്ദേശിച്ച പേ ബാക്കിന്റെ ഗോൾ മീറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ഇമ്പോർട്ടന്റ്. ദി സോർട്ടർ, അതായത് ആ കമ്പനി
മസ്റ്റ് ജനറേറ്റ് റിഡക്ഷൻ ഇൻ ആനുവൽ ക്യാഷ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ആനുവൽ റിഡക്ഷൻ ഇൻ ആനുവൽ ക്യാഷ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അവർ ചോദിച്ചത്? റിഡക്ഷൻ ഇൻ ആനുവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ആരാധന എന്താ അവർ ചോദിച്ചത്? EBDT. EBDT ആണല്ലേ ചോദിച്ചത്. ഇതാ അതായത് അവർ ഉദ്ദേശിച്ച പേ ബാക്ക് പീരീഡ് 3 വർഷം കൊണ്ട് അവരെ ഇറക്കിയ പൈസ 4,50,000 തിരിച്ചു കിട്ടണമെങ്കിൽ അവർ എത്ര EBDT ഓരോ വർഷം ഉണ്ടാക്കണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ പേ ബാക്ക്, അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 4,50,000 ആണ്. എത്ര വർഷം കൊണ്ടാണ് അവർക്ക് ക്യാഷ് തിരിച്ചു കിട്ടണമെന്ന് വെച്ചാൽ 3 വർഷം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇയർ സീറോയില്, ഇവിടെ ശ്രദ്ധിച്ചോ, ഇയർ സീറോയില് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 4,50,000 3 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കുക. അവർക്ക് എന്ത് ചെയ്താൽ മതി? ഇയർ 1ലും ഇയർ 2ലും ഇയർ 3ലും 1,50,000 ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇന്ററിം ക്യാഷ് ഫ്ലോസ് 1,50,000 3 വർഷം നേടിയെടുത്താൽ അവർ ഉദ്ദേശിച്ച പേ ബാക്ക് ഗോൾ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ടു മീറ്റ് ദ കമ്പനീസ് പേ ബാക്ക് ഗോൾ, അവരുടെ പേ ബാക്ക് ഗോൾ മീറ്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യം നടക്കണം. അതായത് ഇയർ 1ലും ഇയർ 2ലും ഇയർ 3ലും അവർക്ക് 1,50,000 വെച്ച് ക്യാഷ് ഫ്ലോസ് കിട്ടണം. അതായത് ഇന്ററിം ക്യാഷ് ഫ്ലോസ് കിട്ടണം അല്ലേ. ഇനി ഈ 1,00,000 ഈ 1,50,000 അടുത്ത 3 വർഷം ഉണ്ടാക്കിയെടുത്താൽ അവർ പേ ബാക്ക് ഗോൾ മീറ്റ് ആയി. അപ്പം ഈ ഇന്ററിം ക്യാഷ് ഫ്ലോ ആയിട്ട് 1,50,000 അവർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ നമുക്ക് ഇന്ററിം ക്യാഷ് ഫ്ലോ കിട്ടാറ്? EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റിലേക്ക് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സിലും കൂടി ആഡ് ചെയ്താലാണ് അവർക്ക് എന്ത് കിട്ടുക? 1,50,000 ക്യാഷ് ഫ്ലോ കിട്ടുക, ഇന്ററിം ക്യാഷ് ഫ്ലോ കിട്ടുക അല്ലെ. 1,50,000 ഇന്ററിം ക്യാഷ് ഫ്ലോ കിട്ടുക. ഇത് നടന്നാൽ അവർ ഉദ്ദേശിച്ച പേ ബാക്ക് ഗോൾ മീറ്റ് ആവും. അപ്പോ ഡിപ്രിസിയേഷൻ ടാക്സിൽ ഓൾറെഡി അവർക്ക് കിട്ടുന്നുണ്ട്. 4,50,000 5 വർഷത്തേക്കാണ് അവർ ഡിപ്രിസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് 90,000 ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് വരാം. അപ്പം 90,000 ഇൻറ്റു 40% ചെയ്താൽ 36,000 ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വഴി അവർക്ക് കിട്ടും അല്ലെ. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വഴി അവർക്ക് ഒരു 36,000 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി ഈ 1,50,000 അച്ചീവ് ചെയ്യാൻ EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ആയിട്ട് അവർക്ക് ഒരു 1,14,000 കിട്ടിയാൽ മതി. 1,14,000 ഓപ്ഷനിൽ ഉണ്ട്. ഓപ്ഷൻ ബി സെലക്ട് ചെയ്താൽ തെറ്റായി പോകും. കാരണം EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ആണ് 1,14,000. ഓക്കെ, അതായത് നമ്മുടെ EBDT-യിൽ നിന്നും 40% ആയിട്ടുള്ള ടാക്സ് കുറച്ചാലാണ് നമുക്ക് 1,14,000 കിട്ടുന്നത്. 40,000 കിട്ടണത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര EBDT ജനറേറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചത് അടുത്ത 3 വർഷം. ഓക്കെ, സോ നമുക്കറിയാം EBDT-യിൽ നിന്നും ടാക്സ് കുറച്ചിട്ടാണ് 1,14,000 കിട്ടുന്നത്. ഓക്കെ, സോ EBDT-ന്റെ 60% ആണ് 1,14,000. ഓക്കെ, സോ ആ 100% കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ EBDT ഇൻറ്റു 60% ആണ് ഈ 1,14,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 1,14,000-ന്റെ ആ ഒരു 100% ആയിട്ടുള്ള ആ ഹോൾ EBDT എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ EBDT ഇൻറ്റു 60%, അതായത് EBDT-ന്റെ 1 - ടാക്സ് റേറ്റ് ആണ് ഞാൻ EBDT ഇൻറ്റു 60% എടുത്ത്. EBDT-ന്റെ 60% 1,40,000 ആണ്. 1,40,000 നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഈ EBDT എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഈ മൾട്ടിപ്ലൈഡ് ബൈ 60%-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഡിവൈഡഡ് ബൈ 60%. അപ്പൊ 1,14,000 ഡിവൈഡഡ് ബൈ 0.6 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 60% ചെയ്താൽ 1,14,000 ഡിവൈഡഡ് ബൈ 60% ചെയ്താൽ 1,90,000 കിട്ടും. 1,90,000. ഇനി നിങ്ങൾ 1,90,000 EBDT ജനറേറ്റ് ചെയ്താൽ അവർക്ക് 1,50,000 ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കിക്കേ. അവര് ഏൺ ചെയ്യും അവിടുത്തെ അവര് ആനുവൽ സേവിങ്സ് ഇൻ റിഡക്ഷൻ ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് EBDT ആയിട്ട് അവർ ഏൺ ചെയ്യുന്നത് 1,90,000 ആണെങ്കിൽ EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ്, അതായത് 1,90,ന് 60% എടുത്താൽ 1,14,000 എടുക്കുക.
1,40,000 കിട്ടും. അതിന്റെ കൂടെ ഡിപ്രിസിയേഷൻ ആക്സിൽ 36,000 കൂടെ ആഡ് ചെയ്താൽ 1,50,000 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കിട്ടും അല്ലെ. ഈ 1,00,000 ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കിട്ടലല്ലേ അവരുടെ ഗോള്. അവരുടെ ഉദ്ദേശിച്ച പേ ബാക്ക് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതായിരുന്നു അവർക്ക് കിട്ടേണ്ടിരുന്നത്. സോ ഈ 1,50,000 ക്യാഷ് ഫ്ലോ കിട്ടണമെങ്കിൽ അവർ EBDT ആയിട്ട് 1,90,000 ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ് 1,90,000. ക്ലിയർ ആയോ? ഇല്ല സർ. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാം. ഓക്കെ, ഈ ഒരു സിനാരിയോ ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് അവർ പൈസ ഈ പ്രോജക്റ്റിന് വേണ്ടി ഇറക്കുന്ന പൈസ 4,50,000 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ച റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ദ കമ്പനീസ് പേ EBDT. ബാക്ക് ഗോൾ. അതായത് അവർ ഉദ്ദേശിച്ച പേ ബാക്ക് ഗോൾ മീറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി എത്ര EBDT ക്രിയേറ്റ് ചെയ്യണം, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, 3 ഇയേഴ്സ് കൊണ്ടാണ് അവരുടെ പേ ബാക്ക് ഗോൾ എന്നുണ്ടെങ്കിൽ ഓരോ വർഷം 1,50,000 വെച്ചിട്ട് അവർ എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോ ഉണ്ടാക്കണം. ആ 1,50,000 ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര EBDT ഉണ്ടാവണം, എത്ര EBDT ജനറേറ്റ് ചെയ്യണം എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. സോ എങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോസിലേക്ക് എത്താം? EBDT × 1 - ടാക്സ് റേറ്റും ഡിപ്രിസിയേഷൻ ടാക്സിലും ആഡ് ചെയ്താലാണ് നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കിട്ടുക അല്ലെ. സോ ഈ 1,50,000 ക്യാഷ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ ടാക്സിൽ ഓൾറെഡി അവർക്ക് 36,000 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ 1,50,000 ഇനി കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 1,14,000 കൂടിയും കിട്ടിയാൽ മതി. EBDT × 1 - ടാക്സ് റേറ്റ് വഴി നമുക്ക് 1,40,000 കിട്ടിയാലേ അപ്പൊ നമ്മളെ ടോട്ടൽ ക്യാഷ് ഫ്ലോ 1,50,000 ആവുന്നുള്ളൂ. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണോ സുവിധ? 1 minus EBDT into 1 minus 40% plus depreciation is equal to 1,50,000 അല്ലേ? 50,000. സോ ആ ഡിപ്രിസിയേഷൻ ടാക്സിൽ 36,000 കിട്ടുന്നുണ്ട്. സോ അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്താൽ ഈ 1,50,000 നിന്നും 36,000 ലെസ് ചെയ്താൽ നമുക്ക് EBDT × 1 - ടാക്സ് റേറ്റ് വഴി കിട്ടേണ്ട എമൗണ്ട് 1,14,000 ആണ്. ഓക്കെ, EBDT × 1 - ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ EBDT × 60% ആണ്. ഓക്കെ, EBDTന്റെ 60% 1,14,000 ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ആ EBDT എത്രയാണെന്ന് ചോദിക്കണം. ചെയ്തു നോക്കിയേ. നമ്മൾ നോർമലി EBDT ന്ന് 1 - ടാക്സ് റേറ്റ് ചെയ്യാൻ EBDT × 60% ചെയ്യാൻ ആ EBDT × 60% ചെയ്താണ് ഈ എമൗണ്ട് കിട്ടുക. അത് നേരെ റിവേഴ്സ് അടിച്ചാൽ മതി. ആ കിട്ടിയ എമൗണ്ട് ഡിവൈഡ് ബൈ 60 അടിച്ചാൽ മതി. അപ്പം 1,14,000 ആണ് EBDTന്റെ ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത്. സോ ആ കംപ്ലീറ്റ് ഹോൾ എമൗണ്ട് ആയിട്ടുള്ള EBDTന്റെ 100% കിട്ടാൻ വേണ്ടിയിട്ട് സോ ഈ 60% ആണ് ഈ 1,14,000. ഓക്കെ, അതായത് EBDTന്റെ 100 കഷ്ണം ആക്കിയതിൽ 60 കഷ്ണമാണ് ഈ 1,14,000. സോ ഈ 1,14,000 60 പീസ് ആണെങ്കിൽ അതിന് 100 പീസ് ആക്കാൻ വേണ്ടിയിട്ട് 1,14,000 ഡിവൈഡഡ് ബൈ 60 × 100 ചെയ്താൽ മതി. സോ അതാണ് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് 1,14,000 ഡിവൈഡഡ് ബൈ 60% നമ്മൾ ചെയ്യണത്. ഓക്കെ, ഈ 1,40,000 നമ്മൾ 60 എണ്ണാക്കി ഡിവൈഡ് ചെയ്താൽ 1,100 വരും. × 100% ചെയ്താൽ ആ കംപ്ലീറ്റ് EBDT നമുക്ക് കിട്ടും 1,90,000. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ഡി 5.47 അല്ലേ? നോക്കാം. A company is planning to purchase a furnace that would cost 20,000. അവരുടെ അതിനുവേണ്ടി എക്സ്പെൻസ് 20,000 ആണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ആണ്. ആൻഡ് സേവ് ദ കമ്പനി 4,000 പ്രീ ടാക്സ് ആനുവലി. എന്താ ഈ 4,000? പ്രീ ടാക്സ് 4,000 സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ EBDT അല്ലേ? EBDT ആണല്ലേ? EBDT ആണ് പ്രീ ടാക്സ് ക്യാഷ് സേവിങ്സ് അല്ലെ. ആൻഡ് ഇറ്റ് ഹാസ് ആൻ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് 7 years വിത്ത് നോ സാൽവേജ് വാല്യൂ. 7 ഇയേഴ്സിലേക്കാണ് ഈ 20,000 ഡിപ്രിസിയേറ്റ് ചെയ്യാൻ പോണത്.
The company would depreciate the furnace using straight line method. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 7 വർഷത്തേക്ക് ഈ 20,000 കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യണം. The company has an effective income tax rate of 30%. Assuming no change in working capital, the payback period for the furnace is അല്ലെ, അതായത് എല്ലാ വർഷവും സെയിം ക്യാഷ് ഫ്ലോ കിട്ടാൻ പോണത്. സോ ഈ 20,000 ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്താൽ, ഇയർ 0 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ ഏത് ടൈം പീരീഡിലാണ് ആ 20,000 തിരിച്ചു കിട്ടുന്നത് അല്ലെ. സോ സെയിം ക്യാഷ് ഫ്ലോ ആണെങ്കിൽ, എല്ലാ വർഷവും സെയിം ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നമുക്ക് പേ ബാക്ക് പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ചെയ്താൽ പോരെ അല്ലെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ഒരു വർഷം എത്ര ക്യാഷ് ഫ്ലോ കിട്ടുന്നു, അത് രണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് ടൈം പീരീഡിലാണ് നമ്മളെ പേ ബാക്ക് പീരീഡ് നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ EBDT നിന്നും ആ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ EBDT into 1 minus tax rate, EBDT into 1 minus tax rate പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, EBDT 4,000 ആണ്. അങ്ങനെയാണെങ്കിൽ EBDT into 1 minus tax rate എന്ന് പറഞ്ഞാൽ 4,000 minus 30% ആണ് 2,800 അല്ലെ. ഇനി ഡിപ്രീസിയേഷൻ ടാക്സിൽ 20,000 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ 2,857 പോയിന്റ് സംതിങ് ആണ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഓരോ വർഷം കിട്ടാൻ പോകുന്നത് അടുത്ത 7 വർഷത്തേക്ക്. ഇൻറ്റു 30% ചെയ്താൽ 857 ആണ് അവർക്ക് ഡിപ്രീസിയേഷൻ ടാക്സിൽ കിട്ടാൻ പോകുന്നത് അല്ലെ. സോ ഈ 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത 7 വർഷത്തിലേക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ 2,800ഉം ഈ 8,057 ആയിട്ടുള്ള 3,657 അല്ലെ. അങ്ങനെയാണെങ്കിൽ പേ ബാക്ക് പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ചെയ്താൽ മതി. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ആണ്, ആനുവൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 3,657 ആണ്. അങ്ങനെയാണെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 3,657 ചെയ്താൽ 5.4689 കിട്ടും അല്ലെ. അതായത് 5.47 റൗണ്ട് ചെയ്തിട്ടുള്ളതാണ് 5.47. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും പേ ബാക്ക് പീരീഡ് എന്നാണ് ചോദിച്ചത്. എത്ര ആൻസർ കിട്ടി? ക്വസ്റ്റ്യൻ നമ്പർ 15. ഓപ്ഷൻ എ. നോക്കാം. Planning to acquire 250,000 machine that will provide increased efficiency, thereby reducing annual operating cost by 80,000 അല്ലെ. ഈ 2.5 ലക്ഷം യൂസ് ചെയ്തിട്ട് ഈ മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 80,000 ആണ് അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സേവ് ആവാന്ന് പറഞ്ഞത്. അതായത് നമ്മൾ EBDT. The machine will be depreciated by straight line method over 5 years life with no salvage value at the end of the 5 years. Assuming 48% income tax rate, the machine's payback is. സോ നമ്മളെ EBDT തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചിട്ട് 2,50,000 ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ അല്ലെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2,50,000 ആണ്. ആ ആനുവൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാനാണ് നമുക്കിവിടെ പണിയും. ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് EBDT into 1 minus tax rate, EBDT into 1 minus tax rate എന്ന് പറഞ്ഞാൽ 80,000 നിന്നും ടാക്സ് റേറ്റ് 40% ചെയ്താൽ 40% ചെയ്താൽ 48,000 ആണ് EBDT into 1 minus tax rate വഴി വരുന്നത്. അതിലേക്ക് ഞാൻ ഡിപ്രീസിയേഷൻ ടാക്സിലും കൂടി ആഡ് ചെയ്തു. ഡിപ്രീസിയേഷൻ ടാക്സിൽ എത്ര വരാന്ന് വെച്ചാൽ 2.5 ലക്ഷമാണ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് അല്ല കോസ്റ്റ് ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 50,000 ആണ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്. ഇൻറ്റു 40% ആയിട്ടുള്ള ടാക്സ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20,000 ആണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഡിപ്രീസിയേഷൻ ടാക്സിൽ. അങ്ങനെയാണെങ്കിൽ 68,000 ആണ് അടുത്ത 5 വർഷത്തേക്ക് എനിക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ. സോ 68,000 വെച്ച് കിട്ടിയാൽ ഏത് ടൈം പീരീഡിലാണ് ഞാൻ ഇറക്കിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2.5 ലക്ഷം കവർ ആവണമെന്ന് വെച്ചാൽ 2,50,000 ഡിവൈഡ് ബൈ 68,000 ചെയ്താൽ 3.676 സംതിങ് അല്ലേ. അതായത് റൗണ്ട് ആയിട്ട് 3.68 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോ സുബിത? സെൻസിറ്റീവ് അനാലിസിസ്, സിനാരിയോ അനാലിസിസ് കണ്ടു സർ, കണ്ടു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായാലും അതിൽ ഡൗട്ട് ഉണ്ട് സർ, കുറച്ച് ഡൗട്ട് ഉണ്ടോ? അതായത് സെൻസിറ്റീവ് അനാലിസിസ് നമ്മൾ ഒരു വേരിയബിൾ മാത്രം ചേഞ്ച് ആയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത എൻപിനെ എത്രത്തോളം ബാധിക്കും. എനിക്ക് അതല്ല, ആ സിമ്പിൾ മെത്തേഡിൽ വരുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഇപ്പൊ ആ വേരിയബിൾ ചേഞ്ച് ആയാൽ നമുക്ക് വേണമെങ്കിൽ ആ പഴയ ഡീറ്റെയിൽസിനെ ആ വേരിയബിൾ ചേഞ്ച് ആയ രീതിയിൽ ആ സെല്ലിംഗ് പ്രൈസ് മാറ്റിയിട്ട് വേരിയബിൾ കോസ്റ്റ് അത് തന്നെ, അതുപോലെ തന്നെ EBDT കണ്ടെത്തുക, ക്യാഷ് ഫ്ലോ കണ്ടെത്തുക, അവസാനം NP കണ്ടെത്തുക. അതിന് പകരം നമ്മൾ സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതായത്
ആ വേരിയബിൾ ചേഞ്ച് ആവുന്നതുകൊണ്ട് എത്ര എൻ പി വി ആണ് ചേഞ്ച് ആവുന്നത് അത് പഴയ എൻ പി വിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ എൻ പി വി കണ്ടെത്തും. സോ ആ വേരിയബിൾ ചേഞ്ച്, അതായത് പഴയ എൻ പി വി 1000 ആയിരുന്നു, ആ വേരിയബിൾ ചേഞ്ച് ആയപ്പോൾ, അതായത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞ റീസൺ കൊണ്ട് നമ്മൾ ഒരു 100 നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ 1000-ൽ നിന്ന് 100 കുറഞ്ഞിട്ട് പുതിയ എൻ പി 900 ആവുന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ സെൻസിറ്റീവ് അനാലിസിസിൽ ഒരു വേരിയബിൾ മാത്രം ചേഞ്ച് ആവുക, പക്ഷെ സിനാരിയോ അനാലിസിസിൽ മോർ ദാൻ വൺ വേരിയബിൾ, അതായത് ആ സിനാരിയോ തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ആവണമെങ്കിൽ മോർ ദാൻ വൺ വേരിയബിൾ അറ്റ് എ ടൈം ചേഞ്ച് ആയാൽ, ഫോർ എക്സാമ്പിൾ സെല്ലിംഗ് പ്രൈസ് കൂടി, വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു, ഫിക്സഡ് കോസ്റ്റ് കൂടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എൻ പി നെ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് നോക്കുന്നത്. സർ, ഒന്നുകൂടി അതും എനിക്ക് ഈ അഡീഷൻ നമ്മൾ ഈ ചേഞ്ച് ഇൻ എൻ പി വി കാണുമ്പോ ആ ആഡ് ചെയ്യണതും സബ്ട്രാക്ട് ചെയ്യണതും അത് മാത്രമേ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ, ബാക്കിയൊക്കെ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ആഡ് ചെയ്യുക സബ്സ്ട്രാക്ട് ചെയ്യുക വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. ഫോർ എക്സാമ്പിൾ നമ്മളെ സെല്ലിംഗ് പ്രൈസ് വിചാരിച്ചതിനേക്കാൾ കുറഞ്ഞു. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചത് 100 രൂപക്കായിരുന്നു വിൽക്കാൻ വെച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അത് വെച്ചിട്ട് എൻ പി കണ്ടെത്തിയിട്ടുണ്ടാവും, 1000 ആയിരിക്കും അല്ലെ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്ത എൻ പി വി, ആദ്യം ബേസ് എൻ പി എന്നുള്ള 1000 ആണ് എൻ പി വി. ഓക്കെ, ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത സെല്ലിംഗ് പ്രൈസ് 100 ആയിരുന്നു, അത് കുറഞ്ഞിട്ട് 90 ആയിപ്പോയി. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ സാധനത്തിന് വിൽക്കാൻ പറ്റില്ല, 90 രൂപക്കാണ് ആക്ച്വലി സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ ഒരു റിസ്ക് ഞാൻ ആദ്യമേ മനസ്സിലാക്കാൻ പോവാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ സെല്ലിംഗ് പ്രൈസ് കുറയാന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്ന കാര്യമല്ലേ. കാരണം സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ ഒരു യൂണിറ്റിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ കുറയും, EBDT കുറയും, EBDT വൺ മൈനസ് ടാക്സ് റേറ്റ് കുറയും, ക്യാഷ് ഫ്ലോ കുറയും അല്ലെ. ക്യാഷ് ഫ്ലോ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ എൻ പി കുറയില്ലേ. സോ ഈ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞതുകൊണ്ട് എൻ പി വിനെ നെഗറ്റീവ് ആയിട്ടാണ് ബാധിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ പി വി കുറയാന്ന് വെച്ചാൽ പുതിയ എൻ പി കാണാൻ വേണ്ടിയിട്ട് ഈ പഴയ എൻ പിയിൽ നിന്നും ഞാൻ ലെസ്സർ ആയിട്ടുള്ള എൻ പി, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചപ്പോൾ എത്ര എൻ പി ആണോ കുറഞ്ഞത് അത് ലെസ് ചെയ്യും. 1000-ൽ നിന്നും 100 കുറഞ്ഞത് ലെസ് ചെയ്താൽ പുതിയ എൻ പി 900 ആണ്. ഇനി നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചാലോ, ഞാൻ എക്സ്പെക്ട് ചെയ്ത സെല്ലിംഗ് പ്രൈസ് 100, ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ എക്സ്പെക്ട് ചെയ്ത സെല്ലിംഗ് പ്രൈസ് 100, പക്ഷെ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു, 100 രൂപക്ക് വിൽക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് 110 എനിക്ക് വിൽക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെല്ലിംഗ് പ്രൈസ് കൂടാന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ കൂടാന്ന് അതിന്റെ അർത്ഥം. ഒരു യൂണിറ്റിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മാർജിൻ കൂടാന്ന് പറഞ്ഞാൽ EBDT കൂടാന്ന് അർത്ഥം. EBDT കൂടിയാൽ ക്യാഷ് ഫ്ലോയും കൂടും, എൻ പി വിയും കൂടും അല്ലെ. സോ അതാ ഈ സെല്ലിംഗ് പ്രൈസ് കൂടുന്നതുകൊണ്ട് ഒരു 100 എക്സ്ട്രാ എൻ പി വി എനിക്ക് പോസിറ്റീവ് ആയിട്ട് സംഭവിച്ചാൽ ഞാൻ ആ പുതിയ എൻ പി വി കാണാൻ വേണ്ടിയിട്ട് പഴയ എൻ പി വി ആയിട്ടുള്ള 1000-ലേക്ക് ഈ വേരിയബിൾ ചേഞ്ച് ആയിരുന്നു, സെല്ലിംഗ് പ്രൈസ് കൂടിയപ്പോൾ പോസിറ്റീവ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഇൻക്രിമെന്റൽ എൻ പി, പോസിറ്റീവ് എൻ പി, ഞാൻ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള പോസിറ്റീവ് എൻ പി ആഡ് ചെയ്തു, അപ്പൊ 1100 ആയി. ഓക്കെ, സോ നമ്മൾ ക്യാഷ് ഫ്ലോ കൂടുകയാണ്, എൻ പി വി കൂടുകയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മളെ ക്യാഷ് ഫ്ലോ കുറയാണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കുറയാണ്, എൻ പി വി കുറയാണെങ്കിൽ പഴയ എൻ പി വിയിൽ നിന്നും പുതിയതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പഴയതിൽ നിന്നും ആ കുറഞ്ഞത് ലെസ് ചെയ്താൽ മതി. ഉണ്ടാവുമല്ലോ. അല്ല സർ, നമുക്കൊന്നുകൂടി ഇതിലിപ്പോ നോക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടില്ലേ? ആ പ്രോബ്ലം ചെയ്ത അത് കാണിച്ചു തരാം. എന്നാല് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ആ ക്വസ്റ്റ്യൻ നമ്പർ 26 വീണ്ടും പേ ബാക്ക് ഓപ്ഷൻസ് പീരീഡ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ സി. സി അല്ലേ, നോക്കാം. ആരാധനക്ക് സി ആയിട്ട്. Yes, sir. ഓക്കെ, ഓക്കെ, ഇതാ ടെസ്റ്റ് ഡ്രാഫ്റ്റ് ഫുഡ്സ് ഈസ് കൺസിഡറിങ് ഓപ്പണിംഗ് എ ന്യൂ റെസ്റ്റോറന്റ്. ദ എക്സ്പെക്ടഡ് പർച്ചേസ് പ്രൈസ് ഈസ് 2,70,000. അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,70,000 ആണ്. എക്സ്പെക്ടഡ് ആനുവൽ റവന്യൂസ് ആർ 1,50,000 and expected annual cost are 90,000 including 22,500 depreciation അല്ലെ. ഈ എക്സ്പെൻസിൽ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയിട്ടുള്ള 22,500 ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പേ ബാക്ക് പീരീഡ് അല്ലെ, നമ്മൾ നോർമലി ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്തിട്ടാണ് പേ ബാക്ക് പീരീഡ് കണ്ടെത്തുക. ഇവിടെ ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടാക്സ് റേറ്റ് ഒന്നും തന്നിട്ടില്ല, ഡിപ്രീസിയേഷൻ മെത്തേഡും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ EBDT വെച്ചിട്ട് പേ ബാക്ക് പീരീഡ് കണ്ടാൽ മതി. ഓക്കെ, ഇതാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2,70,000 ആണ്, ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആനുവൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല, കാരണം ഡിപ്രീസിയേഷൻ റേറ്റും ഒന്നും തന്നിട്ടില്ല, പിന്നെ ടാക്സ് റേറ്റ് തന്നിട്ടില്ല. സോ ഈ EBDT വെച്ചിട്ട് ചെയ്താൽ മതി.
EBDT എന്ന് പറഞ്ഞാൽ 1,50,000 നിന്നും 90,000 ലെസ് ചെയ്യുന്നതല്ല. ഒന്നെങ്കിൽ നമുക്ക് 90,000 ലെസ് ചെയ്തിട്ട് കിട്ടിയ പ്രോഫിറ്റ് ആയിട്ടുള്ള 60,000-നെ 1,60,000-ലേക്ക് ആ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള 22,500 തിരിച്ച് ആഡ് ചെയ്താൽ മതി. 82,500. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 1,50,000 ഈ ഡിപ്രിസിയേഷൻ ഇല്ലാത്ത എക്സ്പെൻസ്, അതായത് 90,000 ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു? 22,500 ലെസ് ചെയ്തിട്ടുള്ള 67,500 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എക്സ്ക്ലൂഡിങ് ഡിപ്രിസിയേഷൻ അല്ലെ? അങ്ങനെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അത് ലെസ് ചെയ്താലും എനിക്ക് എന്തെന്നാ കിട്ടുക? 82,500 എന്നാ കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്റെ EBDT എന്ന് പറഞ്ഞാൽ 82,500 ആണ്. 82,500 ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 2,70,000 ഡിവൈഡഡ് ബൈ 82,500 ചെയ്താൽ 3.2727 സംതിങ് കിട്ടും. അതായത് റൗണ്ട് ആയിട്ട് 3.3. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, NPA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര കിട്ടിയേ? ക്വസ്റ്റ്യൻ നമ്പർ 1 A 16,530. ആരാധന എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതാ, the machine will be depreciated. The machine will be depreciated. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കൊണ്ട് വായിക്കാം. Lunar Incorporation is considering the purchase of a machine for 5 lakh which will last 5 years. 5 lakh ആണ് അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. A financial analysis is being developed using the following information. ഓക്കെ, ഇനി ഇയർ 1 മുതൽ 5 വരെയാണ് അവരുടെ ലൈഫുള്ളത് അല്ലെ? സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ മെഷീൻ വിൽ ബി ഡിപ്രിസിയേറ്റഡ് ഓവർ 5 years on a Australian basis for tax purpose and Lunar is subject to a 40% effective income tax rate. അവരെ ഡിപ്രിസിയേഷൻ ചെയ്യാൻ പോകുന്നത് Australian ബേസിസിലാണ് 5 വർഷത്തേക്ക്. അതുപോലെ തന്നെ അവരുടെ ടാക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 40% ആണ്. അസ്യൂമിംഗ് ലൂണാർ വിൽ ഹാവ് എ സിഗ്നിഫിക്കന്റ് ടാക്സബിൾ ഇൻകം ഫ്രം അതർ ലൈൻസ് ഓഫ് ബിസിനസ് ആൻഡ് യൂസിങ് എ 20% ഡിസ്കൗണ്ട് റേറ്റ്. അതായത് അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് 20% ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ദി പ്രോജക്ട് വുഡ് ബി നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആ 5 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചാൽ മതി. എല്ലാ വർഷവും സെയിം അല്ല. ഇയർ 1 ഇയർ 2 സെയിം ഡീറ്റെയിൽസ് ആണ്. ഇയർ 3 to 5 സെപ്പറേറ്റ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, സോ എന്തൊക്കെ അവിടെ തന്നിട്ടുള്ളത്? നമുക്ക് ഈ 5 വർഷത്തുള്ള ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കണം, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കണം അല്ലെ? സോ ഈ 5 വർഷത്തെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ കൊടുത്ത്? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ല, എത്ര സെയിൽസ് യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ? സോ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ സെയിൽസ് ഇൻറ്റു കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എടുത്തിട്ട് അതിന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് EBDT കിട്ടും. ആ EBDT ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ ഈ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഡീറ്റെയിൽസ് വെച്ച് ചെയ്താൽ കിട്ടാൻ പോകുന്നത്, അതായത് ഇയർ 1 ഒരു യൂണിറ്റ് 100 ആണ്, -65 ആണ് ഒന്നിന്റെ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ 35 ആണ് ഒന്നിൽ നിന്ന് കിട്ടാനുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻറ്റു 10,000 യൂണിറ്റ്സ്. 35 ഇൻറ്റു 10,000 യൂണിറ്റ്സ് ചെയ്താൽ 3,50,000 ആണ് എന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള 3 lakh ലെസ് ചെയ്താൽ 50,000 ആണ് എന്റെ EBDT. ആ 50,000 ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇയർ 1 EBDT ഇത്രയാണ്, ഇയർ 2 ഇത്രയാണ്. ഇയർ 1 2 സെയിം. സോ നമുക്ക് ഇയർ 1 ഇയർ 2 എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ടാൽ മതി. ഇനി ഇയർ 3 EBDT ഇതാണ്, ഇയർ 4 EBDT ഇതാണ്, ഇയർ 5 EBDT ഇതാണ് അല്ലെ? പിന്നെ ഡിപ്രിസിയേഷൻ ആക്ച്വലി എല്ലാ വർഷവും സെയിം ആയിരിക്കും, കാരണം ഓസ്ട്രേലിയൻ ഡിപ്രിസിയേഷൻ ആണ്. സോ നമുക്ക് 2 എമൗണ്ട് കണ്ടാൽ 5 വർഷത്തിലുള്ള ക്യാഷ് ഫ്ലോ കൊടുക്കും. സോ ഞാൻ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് ഇയർ 1 മുതൽ ഇയർ 2 വരെ EBDT 50,000 ആണ് അല്ലെ? ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 5 lakh ഡിവൈഡഡ് ബൈ 5 ഇയർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 lakh ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. സോ ഡിപ്രിസിയേഷൻ ടാക്സിംഗ് എന്ന് പറഞ്ഞാൽ 1 lakhന്റെ 40% ആയിട്ടുള്ള 40,000 ആണ് നമ്മളെ ഡിപ്രിസിയേഷൻ ടാക്സിൽ അടുത്ത 5 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഇയർ 1 ഉം 2 EBDT to 1 - tax rate ആയിട്ട് 50,000 മൈനസ് 40% ചെയ്താൽ 30,000 കിട്ടും അല്ലെ? അതായത് EBDT to 1 - tax rate അതിലേക്ക് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ആയിട്ടുള്ള 40,000 നമ്മൾ ഓൾറെഡി കണ്ടെത്തി ചെയ്താൽ 70,000 ആണ് ഇയർ 1 ഇയർ 2 ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഇയർ 1, ഇയർ 2 ഇയർ 1 2 70,000 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇയർ 3 4 5 എത്ര കിട്ടണം നോക്കിയാൽ മതി.
ഇനി ക്യാഷ് ഫ്ലോ ഇയർ 3, ഇയർ 4, ഇയർ 5, കാരണം മൂന്നും സെയിമാ. EBDTയും സെയിമാ, ഡിപ്രിസിയേഷൻ ആക്ച്വലി സെയിമാ. സോ ഒന്ന് കണ്ടാൽ മതി. സോ 4 ലാക്ക് ആണ് EBDT. 4 ലാക്കിന് 40% ടാക്സ് ലെസ് ചെയ്താൽ 2,40,000 ആണ് EBDT 1 മൈനസ് ടാക്സ് റേറ്റ്. അതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? 40,000 ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ ടാക്സിനും കൂടെ ആഡ് ചെയ്താൽ 2,80,000 ആണ് ക്യാഷ് ലോസ്. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 ലാക്ക് ആണെന്ന് കിട്ടി. ഞാൻ NPE കാൽക്കുലേറ്റ് ചെയ്യാമാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 ലാക്ക് ആണ്. ഇയർ 1 ക്യാഷ് ഫ്ലോ 70,000 ആണ്. ഇയർ 2 ക്യാഷ് ഫ്ലോ വീണ്ടും 70,000. ഇയർ 3 ക്യാഷ് ഫ്ലോ 2,80,000. ഇയർ 4 ക്യാഷ് ഫ്ലോ 2,80,000. അതുപോലെ തന്നെ ഇയർ 5 ക്യാഷ് ഫ്ലോ 2,80,000. ഓക്കെ, ഇനി ഇത് വെച്ച് NPE കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? ഇതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടാൽ മതി. പ്രസന്റ് വാല്യൂ യൂസിങ് 20% ഡിസ്കൗണ്ട് റേറ്റ്. എന്നിട്ട് NPE കാണാൻ വേണ്ടിയിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത 2 വർഷത്തേക്ക് 70,000 വെച്ച് കിട്ടിയാൽ 70,000 ഡിവൈഡഡ് ബൈ 1.2 ഈക്വൽ ടു M പ്ലസ് ആ 2 എമൗണ്ടും പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത്. ഇനി 2,80,000 ഡിവൈഡഡ് ബൈ 1.2 1 2 3. അപ്പൊ നമുക്ക് ഈ 3-ാം വർഷം കിട്ടാൻ പോണ 2,80,000 പ്രസന്റ് വാല്യൂ കിട്ടി, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത്. ഒരു ഈക്വലിനോട് പഠിച്ചാൽ 4-ാം വർഷം കിട്ടാൻ പോണ 2,80,000 പ്രസന്റ് വാല്യൂ കിട്ടി, M പ്ലസ് അടിച്ച്. ഒരു ഈക്വലിനോട് വെച്ചാൽ ഇയർ 5 കിട്ടി, M പ്ലസ് MRC ചെയ്താൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടാൻ പോകുന്നത് 5,16,538 ആണ് അല്ലെ. മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ 16,538, റൗണ്ട് ആക്കിയിട്ട് 16,530. ഓപ്ഷൻ എ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽസ് കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് EBDT അവിടെ ടാക്സ് ഉണ്ട്. EBDT ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക, NPE കണ്ടുപിടിക്കുക. ക്ലിയർ അല്ല ആരാധന? യെസ് സർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. പ്രസന്റ് വാല്യൂ ഓഫ് ഡിപ്രിസിയേഷൻ ടാക്സിലുള്ള ചോദിച്ചു. എത്ര കിട്ടിയേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? അതിനൊക്കെ എത്ര കിട്ടിയേ? ബി. ബിയോ? അല്ല, ഞാൻ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് വരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഡിപ്രിസിയേഷൻ ടാക്സിൽ എത്രയാണ് കിട്ടുന്നത്? 8,000. 8,000 അല്ലേ? എത്ര വർഷത്തേക്ക് കിട്ടുന്നത്? 6 years. അതെ, 6 ഇയേഴ്സിലേക്ക് നിങ്ങൾ ഡിപ്രിസിയേഷൻ ടാക്സിൽ 8,000 വെച്ചിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 6 വർഷം കൊണ്ട് ടോട്ടൽ കിട്ടാൻ പോണ ആ ടോട്ടൽ ഡിപ്രിസിയേഷൻ ടാക്സിൽ ഒരു വർഷം 8,000 കിട്ടും, ഇൻറ്റു 6 ചെയ്താൽ 48,000 ഡിപ്രിസിയേഷൻ ടാക്സിൽ 6 വർഷം കൊണ്ട് കിട്ടുന്നുണ്ട്. അതിന് ഇന്ന് എന്ത് വാല്യൂ ഉണ്ടെന്നേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഇന്നത്തെ 2 ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തതാ. ഒന്നുകൂടി ചെയ്തോ, കിട്ടും. ഡിസ്കൗണ്ട് ചെയ്താൽ മതി. വെച്ചു ആരാ നോക്ക്. $34,840. അതെ, നമ്മൾ 2 ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്താ, അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സി അല്ലേ സർ? ഓപ്ഷൻ ചെയ്യാം. ആരാധന? സർ ഒന്നുകൂടി പറയാൻ മറന്നു. അതായത് ഞാൻ പറയാം. For each of the next 6 years, Atlantic Motors anticipates a net income of 10,000. Net income നമുക്ക് ആവശ്യമില്ല. Straight line tax depreciation of 20,000. Okay. A 40% tax rate. Discount rate of 10%. ഇവിടെ നെറ്റ് ഇൻകം 10,000 കൊടുക്കുന്നത് നമുക്ക് ആവശ്യമില്ല. ക്യാഷ് സെയിൽസ് 1,00,000 കൊടുക്കുക, അത് നമുക്ക് ആവശ്യമില്ല. The depreciable assets are all being acquired at the beginning of 1 year and will have salaries. ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ അൺവാണ്ടഡ് തിങ്സ് ആണ്.
നമ്മളോട് ചോദിച്ചത് ഈ അസറ്റ് ആയിട്ട് ഇതാ ഫോർ ഈച്ച് ഓഫ് ദി നെക്സ്റ്റ് 6 years അറ്റ്ലാന്റിക് മോട്ടോഴ്സ് ആന്റിസിപ്പേറ്റ്സ് ഓക്കെ സ്ട്രേറ്റ് ലൈൻ ടാക്സ് ഡിപ്രിസിയേഷൻ 20,000 ഉണ്ട്. ഓക്കെ, അതായത് അടുത്ത 6 വർഷത്തേക്ക് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 20,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 6 വർഷത്തേക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സുകളാണ് ഒരു വർഷം 20,000ന്റെ 40% ഒരു വർഷം കിട്ടും. അതായത് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ ടാക്സിൽ 8,000 ആണ്. അതുപോലെ എത്ര വർഷത്തേക്ക് അവർക്ക് കിട്ടും? 6 വർഷത്തേക്ക് കിട്ടും. ഇതാ അവർക്ക് കിട്ടാൻ പോണ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡുകൾ ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5, ഇയർ 6. ഇതാ ഇയർ 1 8,000 കിട്ടും, ഇയർ 2 8,000 കിട്ടും, ഇയർ 3 വീണ്ടും ഒരു 8,000 കിട്ടും. ഇതാ 6 വർഷം കൊണ്ട് ടോട്ടൽ 48,000 ഡിപ്രിസിയേഷൻ കിട്ടും. അതിന് ഇന്നെന്ത് വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് 10% തന്നിട്ടുണ്ട്. അങ്ങനെയാണോ ചെയ്ത് നോക്കിയാലോ? കിട്ടി സർ. കിട്ടിയില്ല. 6 വർഷത്തേക്ക് 8,000 വെച്ച് കിട്ടുകയാണെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടാൽ മതി. ഈ 6 വർഷം കൂടെ കിട്ടാൻ പോകുന്ന ടോട്ടൽ 14,000 പ്രസന്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് 8,000 ഡിവൈഡഡ് ബൈ 1.1 1 2 3 4 5 6 GT ചെയ്താൽ മതി. 34,842 റൗണ്ട് ആയിട്ട് 34,840. ക്ലിയർ അല്ലേ? ക്ലിയർ. രണ്ട് 3 ക്വസ്റ്റ്യൻ കൂടി. ഇതാ 26th ക്വസ്റ്റ്യൻ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആരാധന? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ശരിയാണ്. All-Star Company invests in a project with the expected cash inflow of 9,000 per year for 4 years. ഈ പ്രോജക്റ്റിൽ നിന്നും അവർക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടാൻ പോകുന്നത് 9,000 പെർ ഇയർ ഫോർ നെക്സ്റ്റ് 4 years. അടുത്ത 4 വർഷത്തേക്ക് 9,000 വെച്ചിട്ട് കിട്ടും. അല്ലെ? ഓൾ ക്യാഷ് ഫ്ലോസ് ഒക്കേസ് അറ്റ് ദി എൻഡ്. ഓക്കെ, ദ റിക്കേർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 9%. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ 9% ആണ് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെ? അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോണ NPV എന്ന് പറഞ്ഞാൽ 3,000 അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഉണ്ടെങ്കിൽ NPV കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്കുണ്ട്. അല്ല, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ NPV നമുക്കറിയാം. അത് വെച്ചിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണല്ലോ നമ്മുടെ NPV. ഇതിലെ NPV 3,000 ആണ് നമുക്കറിയാം. ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണാൻ വേണ്ടിയിട്ട് അടുത്ത 4 വർഷത്തേക്ക് 9,000 വെച്ച് കിട്ടിയാൽ 9% ഡിസ്കൗണ്ട് റേറ്റിൽ 9,000 ഡിവൈഡ് ബൈ 1.09 1 2 3 4 GT ചെയ്താൽ മതി. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 29,157 ആണ്. ഓക്കെ, 29,157 എന്തോ ലെസ് ചെയ്താൽ നമുക്ക് NPV 3,000 കിട്ടും. അല്ലെ? ഇതാ 29,157 ഈ പോസിറ്റീവ് NPV ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയ 29,157 ഏത് എമൗണ്ട് കുറച്ചാലാണ് നമ്മൾ NPV 3,000 കിട്ടാൻ നോക്കിയാൽ മതി. സോ 29,157 ആ NPV കൊണ്ട് കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ 26,157 അതായത് റൗണ്ട് ചെയ്തിട്ട് 26,160 ആണ് നമ്മളെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 26,160. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്ര മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ NPV 3,000 ടാലി ചെയ്യാം. ഓക്കെ, question number 27. What is the net present value of this investment on an after tax basis? NPV ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ബി. ബി 36,990.
Jackson Corporation use net present value technique in evaluating capital investment project. Okay. The company is considering a new equipment acquisition that will cost 1 lakh. 1 lakh ആണ് അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇനി ഫുള്ളി ഇൻസ്റ്റാൾഡ് ആൻഡ് ഹാവ് സീറോ സാൽവേജ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് 5-year പ്രൊഡക്റ്റ് ലൈഫ്. 5 വർഷത്തേക്കാണ് അവർക്ക് ക്യാഷ് ഫ്ലോ ഉള്ളത്. ഇയർ 1 മുതൽ ഇയർ 5 വരെ, ഇയർ 1 to ഇയർ 5 വരെ എത്ര ക്യാഷ് ഫ്ലോ ഉണ്ട്. Jackson will depreciate the equipment on a straight line basis for both financial and tax purpose. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഒരേ ഡിപ്രീസിയേഷൻ മെത്തേഡ് ആണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലേ. ഇനി ജാക്സൺ എസ്റ്റിമേറ്റ് 70,000 ഇൻ ആനുവൽ റിക്കറിംഗ് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് പറഞ്ഞാൽ 70,000 ആണ് അവർക്ക് ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നത് റെസിപ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ 20,000 ആണ് അവർക്ക് ആനുവൽ റിക്കറിംഗ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ്. ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് കൊടുക്കുന്ന എക്സ്പെൻസുകളാണ് ഉദ്ദേശിച്ചത്. 70,000 ആണ് അവരുടെ റവന്യൂ, 20,000 ആണ് എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ EBDT എന്നുള്ളത് 50,000 അല്ലേ. ആ 50,000 യൂസ് ചെയ്തിട്ട് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചാൽ മതി. ഇതാ EBDT × 1 - ടാക്സ് റേറ്റ്. അത് യൂസ് ചെയ്താൽ നിങ്ങൾ 50,000 മൈനസ് ടാക്സ് റേറ്റ് 40% ആണ്. -40% ചെയ്താൽ 30,000 EBDT × 1 - ടാക്സ് റേറ്റ് വഴി കിട്ടും. ഇനി ഈ 1 lakh വാങ്ങിച്ച ഈ അസറ്റ് 5 വർഷത്തേക്കാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 lakh ഡിവൈഡ് ബൈ 5 ചെയ്താൽ 20,000 ആണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്. ഇൻറ്റു 40% ചെയ്താൽ ഡിപ്രീസിയേഷൻ ടാക്സിൽ കിട്ടും. പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സിൽ ചെയ്താൽ 8,000 കിട്ടി. ടോട്ടൽ 38,000 ആണ് അവർക്ക് കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോ. ഇയർ 1 മുതൽ 5 വരെ സെയിം ക്യാഷ് ഫ്ലോ ആണ്. അങ്ങനെ അപ്പോ 38,000 അടുത്ത 5 വർഷത്തേക്ക് കിട്ടുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കുക. 12%-ൽ 38,000 ഡിവൈഡ് ബൈ 1.12 12345 GT ചെയ്താൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും 13,600 അല്ല 1,36,981. അതിൽ നിന്ന് ലെസ് ചെയ്യണം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 1 lakh. അത് ചെയ്താൽ NPV കിട്ടും 36,981. ഇതാണ് NPV. റൗണ്ട് ചെയ്തിട്ട് 36,990. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണ് ചോദിച്ചത്. എത്ര കിട്ടി? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ആരാധന? സാർ എനിക്കിത് മുഴുവനായിട്ട് ചെയ്യാൻ സമയം കിട്ടി. ആ, ഓപ്ഷൻ എ ആണോ നോക്കട്ടെ. ഓപ്ഷൻ എ എല്ലാം തോന്നുന്നു 3 something ആയിരിക്കും. CO D നോക്കാം. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണ് ചോദിച്ചത്. ഓക്കെ, ഇനി Campit Incorporation is contemplating a 5-year capital investment project with estimated revenue of 80,000 per year and cash operating expense of 30,000 per year. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി EBDT 30,000 ആണ്. The initial cost of the plant and equipment for the project is 50,000. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50,000 ആണ്. Okay, and the company expect to sell the equipment for 5,000 at the end of 5 years. ഇയർ 5-ല് ഈ 50,000 വാങ്ങിയ അസറ്റ് അവർ 5,000 വിൽക്കുന്നുണ്ട്. അതാണ് അവർക്ക് കിട്ടുമ്പോൾ സാൽവേജ് വാല്യൂ. ടെർമിനൽ ക്യാഷ് ഫ്ലോ കാണുമ്പോൾ അവർക്ക് നോക്കേണ്ടി വരും. Plant and equipment will be fully depreciated over 4 years on a straight line basis for tax purpose. 5 വർഷത്തേക്ക് ലൈഫ് ഉണ്ടെങ്കിലും ഡിപ്രീസിയേഷൻ ചെയ്യാൻ വളരെ 4 വർഷത്തേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ടാക്സിൽ നമുക്ക് കിട്ടും. The project requires working capital investment of 20,000 at its inception അല്ലെ. സോ ഈ 50 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 50,000 ആണ്. പക്ഷെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 50,000 മാത്രമല്ല, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും കൂടി ഉള്ള സ്ഥിതിക്ക് 50,000 ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് 50,000 പ്ലസ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ 20,000 ആയിട്ടുള്ള ടോട്ടൽ 70,000 ആണ് നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അല്ലെ, ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്തിട്ട് ഏത് ടൈമിലാണ് തിരിച്ച് കിട്ടണമെന്ന് നോക്കണ്ടേ അല്ലെ. നമുക്ക് ഇയർ 1-ൽ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഇയർ 2-ൽ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഇയർ 2-ൽ, ഇയർ 3-ല്, ഇയർ 4-ല്, ഇയർ 5-ല്. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്ത് നമ്മൾ ആൻസർ കണ്ടെത്തിയാൽ മതി അല്ലെ. ഇതാ ഇവിടെ 4.82 years എന്ന് പറഞ്ഞാല് 4 years കഴിഞ്ഞിട്ട് പേ ബാക്ക് പീരീഡ് ആവുന്നില്ല എന്നാണ് ആ ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ 4 years കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ 50 ഇയറിലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, ഈ
ഇയർ 1 മുതൽ 4 വരെ സെയിം ക്യാഷ് ഫ്ലോ ആണ്. അതായത് അത് കണ്ടുപിടിക്കാൻ EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ചെയ്താൽ മതി. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് 4 വർഷത്തേക്കാണ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ EBDT 30,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. കാരണം റവന്യൂ 80,000 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 50,000 ആണെങ്കിൽ EBDT 30,000 ആണ്. 30,000 EBDT. അപ്പം EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 30,000 മൈനസ് 40% ആയിട്ടുള്ള 18,000 ആണ് EBDT ഇൻറ്റു 1 - ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്. 4 വർഷത്തേക്കാണ് ഡിപ്രിസിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടുള്ള 50,000 70,000 അല്ല ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടുള്ള 50,000 മാത്രം ഡിപ്രിസിയേറ്റ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 4 ഇയേഴ്സിലേക്ക് അല്ലെ. അങ്ങനെയാണെങ്കിൽ 12,500 ആണ്. 50,000 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 12,500 ആണ് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ ടാക്സ് അല്ല ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. അത് ഇൻറ്റു 40% ചെയ്താൽ 5,000 ആണ് അവർക്ക് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഒരു വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ 23,000 ആണ് ഇയർ 1ലും ഇയർ 2ലും ഇയർ 3ലും ഇയർ 4ലും അല്ലെ. നമ്മൾ ഈ 23,000 വെച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 70,000 ആണ്. നമ്മളോട് പേ ബാക്ക് പീരീഡ് അല്ല ചോദിച്ചത്, ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ചോദിച്ചത്. ഇതാ നമ്മുടെ ക്യാഷ് ഫ്ലോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇയർ 1 23,000 ക്യാഷ് ഫ്ലോ കിട്ടിയത് ഇതിനാണോ സുബിത? അതെ സർ. ആണോ? 4 കൊല്ലത്തേക്ക് 23,000, അവസാനത്തെ കൊല്ലം 41,000. അവസാനത്തെ വർഷം ഈ 23,000-ലായിട്ടുള്ള ഈ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് നമ്മൾ ആ ടാഗേജ് വാല്യൂ ആഡ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഉണ്ടാവില്ല ലാസ്റ്റ് ഇയർ. അപ്പോ ഈ 5,000 ഉണ്ടാവില്ല. ഈ 18,000 ആയ 18,000 ടാക്സ് റേറ്റിലേക്ക് നമ്മൾ സാലറീസ് വാല്യൂ ആഡ് ചെയ്യണം. ആ 5,000 സെല് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് വർക്ക് ക്യാപിറ്റൽ 20,000 തിരിച്ചു കിട്ടില്ലേ. അതൊക്കെ ചെയ്താൽ 41,000 കിട്ടും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. എടാ ഈ 4 വർഷം കൊണ്ട് നമ്മളെ ഈ 70,000 കവർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ 5ാമത്തെ വർഷത്തേക്ക് കണ്ടാൽ പോരെ. ഓക്കെ, നമുക്ക് 4 ഇയേഴ്സ് കൊണ്ടും നമുക്ക് ഡിപ്രിസിയേഷൻ ഡിസ്കൗണ്ട് പേ ബാക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇയർ 5ലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാം. ഓക്കെ, 41,000 ആണ്, ശരിയാണ്. അത് ഞാൻ കണ്ടുപിടിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഈ ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയർ 1ൽ കിട്ടാൻ പോണ 20,000 പ്രസന്റ് വാല്യൂ നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. 23,000 ഡിവൈഡഡ് ബൈ 1.1 ചെയ്താൽ 20,909 ആണ് അടുത്ത വർഷം കിട്ടാൻ പോണ 23,000 പ്രസന്റ് വാല്യൂ. ഒരു ഈക്വലും കൂടി പഠിച്ചാൽ 19,008 ആണ് രണ്ടാം വർഷം കിട്ടാൻ പോണ 23,000 പ്രസന്റ് വാല്യൂ. ഒരു ഈക്വലും കൂടി അടിച്ചാൽ 17,280. ഒരു ഈക്വലും കൂടി അടിച്ചാൽ 15,709. ഇനി നമുക്ക് ഇയർ 5ലെ ക്യാഷ് ഫ്ലോ, ഞാൻ ടെർമിനൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഇയർ 5ലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമ്പോൾ ഈ 18,000 ഉണ്ടാവും, സാലറീസ് വാല്യൂ ഉണ്ടാവും, ടാക്സ് എക്സ്പെൻസ് ഉണ്ടാവും, നെറ്റ് വർക്ക് ക്യാപിറ്റൽ റിലീസ് ഉണ്ടാവും. അതിന്റെ ആവശ്യം നമുക്ക് വരിക എപ്പോഴാണെന്ന് വെച്ചാൽ ഇയർ 4ലും നമ്മൾ പേ ബാക്ക് ആയിട്ടില്ല ആണെങ്കില ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇയർ 5ലെ ക്യാഷ് ഫ്ലോ കാണണ്ട. ഈ ഓപ്ഷൻ ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർ 5ലെ ക്യാഷ് ഫ്ലോ കാണേണ്ടി വരും. നമുക്ക് നോക്കാം ഈ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ നോക്കാം. 4 വർഷമായിട്ടും നമ്മള് 70,000 തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ 5th ഇയറിലെ ക്യാഷ് ഫ്ലോയിലേക്ക് പോയാൽ മതി. ഇനി ഞാനിത് ഒക്കെ ആഡ് ചെയ്ത് നോക്കാൻ പോകണം. ഇയർ 1 ആയപ്പോൾ ടോട്ടൽ 20,909 കിട്ടി. രണ്ടാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ കൂടി ഞാൻ ആഡ് ചെയ്തപ്പോൾ 20,909ലേക്ക് ഇയർ 2ലെ പ്രസന്റ് വാല്യൂ ആഡ് ചെയ്തപ്പോൾ 19,008 ആണ്. 23,000 ഡിവൈഡ് ബൈ 1.112. 20,909ലേക്ക് ഞാൻ 19,008 ആഡ് ചെയ്തു. പിന്നെ ഇയർ 3ലെ അപ്പം 39 സംതിങ് ആയി. 39,979 ആയിട്ടില്ല, 70,000 ആയിട്ടില്ല. വീണ്ടും ഇയർ 3ലെ ആഡ് ചെയ്തപ്പോൾ 17,280 ആഡ് ചെയ്തപ്പോൾ 57,197 ആയി. ആയിട്ടില്ല, 70,000 ആയില്ല. 4th ഇയറിലെ പ്രസന്റ് വാല്യൂ, 4th ഇയറിൽ കിട്ടാൻ പോകുന്ന 23,000 പ്രസന്റ് വാല്യൂ ആയിട്ടുള്ള 15,709 കൂടി ഞാൻ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഈ 57,197ലേക്ക് ആഡ് ചെയ്തപ്പോൾ 15,709 ഓപ്ഷൻ കൂടി സി ആണ്.
ഓപ്ഷൻ സി ആയിരിക്കും. ഇതാ ഈ ത്രീ ഫോർത്ത് ഇയറിലെ പോയിന്റ് ക്യാഷ് ആ ഫോർത്ത് ഇയറിലെ ക്യാഷിലും കൂടി ആഡ് ചെയ്യുമ്പോൾ 72,906 ഒക്കെ കിട്ടുന്നത്. അതായത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ് മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇയർ 3ന്റെയും ഇയർ 4ന്റെയും നടുക്കായിട്ടുള്ള ഏതോ ഒരു പീരീഡിലാണ് നമ്മളെ എന്ത് വരുന്നത്, ഡിസ്കൗണ്ട് പേ ബാക്ക് വരുന്നത്. 3.04 3.82 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇയർ 5ലെ ക്യാഷ് ഫ്ലോ കാണേണ്ട ആവശ്യമുണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഇല്ല. നമ്മൾ വെറുതെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ റിലീസും ഇതൊക്കെ ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇപ്പം കണ്ടത് കുഴപ്പമില്ല. നമ്മൾ എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ടൈം സേവ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. സോ ആ ഒരു ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇയർ നമ്മൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എങ്കിൽ ഇയർ 5 കാണേണ്ടി വരും. പക്ഷെ ഇവിടെ 4 വർഷത്തെ പ്രസന്റ് വാല്യൂ ആഡ് ചെയ്താൽ തന്നെ 70,000 കഴിയുന്നുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ ഞാൻ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഓൾറെഡി 3 ഇയർ ആയിട്ടും ഡിസ്കൗണ്ട് പേ ബാക്ക് ആയിട്ടില്ല. 3 ഇയർ ആയിട്ടും എനിക്ക് എത്രയും കൂടിയാണ് കിട്ടാനുള്ളത് വെച്ചാൽ ഇതാ 70,000 നിന്നും 57,197 ഓൾറെഡി കിട്ടി 3 ഇയർ ആയ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ 15,709. അങ്ങനെയാണെങ്കിൽ 70,000 മൈനസ് 57,197 ചെയ്താൽ ഇതാ ഇനി എനിക്ക് കിട്ടാനുള്ളത് 12,803. ആ 3 ഇയർ ആയിട്ടും ഇനി എനിക്ക് കിട്ടാനുള്ളത് 12,803 ആണ്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ 15,709. അതായത് 12,803 ഡിവൈഡ് ബൈ 15,709 ചെയ്താൽ നമുക്ക് 0.815 കിട്ടും. സോ നമ്മുടെ ആൻസർ 3 പ്ലസ് 0.815 അല്ലെങ്കിൽ 3.815 ഇയേഴ്സ് ആണ്. റൗണ്ട് ചെയ്തിട്ട് 3.2 ഇയേഴ്സ് ആയുള്ള ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ അത്യാവശ്യം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 20. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. 1-2 തെറ്റിപ്പോയാലും പ്രശ്നമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. സോ നമ്മളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കഴിഞ്ഞ് ഇനി നമുക്ക് നാളെ സെൻസിറ്റീവ് അനാലിസിസും സിനാരിയോ അനാലിസിസും ഒന്നുകൂടി ഞാൻ നാളെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. സോ റിസ്ക് ഇൻ ക്യാപിറ്റൽ ബജറ്റിങ്ങിലെ 6 ടെക്നിക്കില് 1ഉം 2ഉം സെൻസിറ്റീവ് അനാലിസിസ്, സിനാരിയോ അനാലിസിസ് അതാണ് കുറച്ച് പ്രോബ്ലം ചെയ്യാനുള്ളത്. ബാക്കിയുള്ള നാളെ സിമ്പിളാ, ചെറുതാ. ഓക്കെ. ഇനി റിസ്ക് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ. കമ്പാരിറ്റീവ്ലി കുറച്ച് 6 ക്വസ്റ്റ്യൻ എന്തോ 6 10 എന്തോ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഹോക്കിലുള്ളൂ. നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഇയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്, എക്സ്പാൻഷനും റീപ്ലേസ്മെന്റും. ഓക്കെ. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. അതുപോലെ തന്നെ ടൂൾസ് ഓർ ടെക്നിക്സ്, അതായത് പേ ബാക്ക് പീരീഡ്, ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്, NPV, IRR. അതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് IRR ബേസ് ചെയ്തിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ്. IRR ബേസ് ചെയ്തിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും NPV ഉള്ള കണക്ഷൻ നമ്മൾ മൈൻഡിൽ ഉണ്ടാവണം. ചുമ്മാ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ആ കോൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതായാലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതാവണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10ഉം IRR 15 ആണെങ്കിൽ ആ 10% യൂസ് ചെയ്താൽ NPV പോസിറ്റീവ് ആയിരിക്കും. സോ ഈ IRRും NPVയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ 2 ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനർത്ഥം റിസ്ക് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് പഠിക്കണമെന്നല്ല, പഠിക്കണം. ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നാലോ. സെൻസിറ്റീവ് അനാലിസിസും സിനാരിയോ അനാലിസിസും ഒക്കെ വോക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് 4 ചെറിയ ടൂൾസ് കൂടി റിസ്ക് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് നോക്കാണ്ട്. പിന്നെ ഒരു ചെറിയ ടോപ്പിക് റിയൽ ഓപ്ഷൻസ്. ഓക്കെ. അപ്പൊ മേ ബി 2 അല്ലെങ്കിൽ 3, മാക്സിമം 3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷൻ തീരും. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അല്ല, ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഒരു 25ഓ 30ഓ 50ഓ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. എക്സ്പാൻഷനും പ്രശ്നം. എങ്ങനെ ടൈമാണ് പ്രശ്നം. ആ ടൈം ഒരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ ആദ്യം ഇപ്പം ചെയ്യണ സ്ഥലത്ത് അങ്ങനെ ടൈം നോക്കണ്ട. അത് വെച്ചാൽ ഓവർ ഈ ടൈം എടുക്കണ്ട. സമയം കുറെ ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ തന്നെ ആ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് പോലെ ചെയ്ത പോലെ അത്രയും എളുപ്പമുണ്ട്. ഓക്കെ. സോ എല്ലാ കോൺസെപ്റ്റും മൈൻഡിലൂടെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെ തന്നെ. സോ എക്സ്പാൻഷനും റീപ്ലേസ്മെന്റിലും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നത്. ഇനി നിങ്ങൾ എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന സമയത്തിൽ ഈ 1.08 മിനിറ്റിന്റെ കണക്കൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിലേക്കൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്യാപ്പബിൾ ആവും ഒരു ടൈം എത്തുമ്പോൾ. കുറെ സെക്ഷൻസും കുറെ
ടോപ്പിക്കും കുറെ MCQ കണ്ട് കണ്ട് നിങ്ങൾക്ക് തയക്കാവും. ഓക്കെ, ഒരു MCQ ഏറ്റവും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള ഒരു ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ ഒക്കെ നിങ്ങൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ലാസ്റ്റ് ആ റിവിഷന്റെ സമയത്തൊക്കെ മോക്ക് എക്സാം എഴുതി നിങ്ങൾ. മോക്കിൽ തന്നെ 2 മോക്ക് എക്സാം ഉണ്ട്, നല്ല മോക്ക് എക്സാം ആണ്. അതായത് എക്സാമിന് അതേ പാറ്റേണിൽ 3 ഹവറിൽ ഇങ്ങനെ ടൈം റെഡ്യൂസ് ചെയ്ത് 0-ലെത്തും. 0 ആയാൽ അപ്പം ടൈം ഔട്ട് ആവും. സോ ആ ലാസ്റ്റിലേക്കൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടൈം മാനേജ്മെന്റിന് ഇതാവും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ ടൈം മാനേജ്മെന്റ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനുള്ള മാക്സിമം കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാന്നാണ് അതിന്റെ മോട്ടീവ്. അപ്പൊ എക്സാം ഇടുമ്പോൾ നിങ്ങൾ ഓവർ സമയം എടുക്കണ്ട, പക്ഷെ കറക്റ്റ് സമയം തീർക്കണം എന്നൊന്നുമില്ല. കുറച്ചൊന്നും ഒരു അരമണിക്കൂർ ഒരു 1 അവർ എക്സ്ട്രാ എടുത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മാക്സിമം ട്രൈ ചെയ്താണ്. സോ ഒരു 2-3 ക്ലാസ് കൂടി മതിയായിരിക്കും നമ്മൾ ഈ സെക്ഷനിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള റിസ്ക് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പിന്നെ ചെറിയൊരു ടോപ്പിക് റിയൽ ഓപ്ഷൻസ് എന്നുള്ള ടോപ്പിക്, ഇതും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, സോ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you. ഓക്കെ താങ്ക് യു സർ. ഓക്കെ.